നാളുനീളം നടന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകരും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രവർത്തകരും ഒരു ഇടതുപക്ഷ സൃഷ്ടിക്കാനിടയായത് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ മാധ്യമപ്രവർത്തകരും കൊടുക്കാനൊക്കെയുള്ള വേദികൾ നമ്മൾ പ്രസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ചുള്ള മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ പാവർട്ടി മേഖല കേന്ദ്രീകരിച്ചുള്ള മാധ്യമപ്രവർത്തകരുമാണ് ഇന്നിവിടെ. മാഷ് തന്നെ വളരെ വിശദമായിട്ട് നിങ്ങളോട് സംവദിക്കും. അപ്പോൾ ഒറ്റവാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ മുന്നണിയുടെ മീനർ കൂടിയായിട്ട് റേറ്റ് അംഗം കൂടിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. അവർ തന്നെ CPM-ന്റെ ഏരിയ സെക്രട്ടറി PA രമേശൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവർ തന്നെ ഇടതുപക്ഷ ഷൈജു ബാബു ആന്റണി ഉൾപ്പെടെ PA ഷൈൻ ഉൾപ്പെടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള TV ഹരിദാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇടതുപക്ഷ ഒരു അഭിമാനമായി മാറി എന്നുള്ളത് ഒരു തീർച്ചയായും വിദ്യാഭ്യാസ മേഖല മണലൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ 9ാം തീയതി തെരഞ്ഞെടുപ്പാണ്. ഇനി അതിനിടയിൽ ഇനിയിപ്പോൾ ദുഃഖവെള്ളി പറഞ്ഞു, ഈസ്റ്റർ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ചുരുങ്ങിയ ദിവസമാണ് ഇന്ന് തന്നെ ടൈറ്റാണ്. ഇത് കഴിഞ്ഞ് ഉടൻ തന്നെ 3 മണി വഴി പാവർട്ടി വഴി ചുവടുപ്പടി അങ്ങനെ കേച്ചേരി ഈ റോഡ് ഷോ, അത് കൊടകരയിൽ മാത്രമല്ല കേരളത്തിന് ആകമാനം അത് മാതൃകയാക്കി എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. കൂടിയിരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമായിട്ട് അർപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അർത്ഥവത്താക്കുവാനുള്ള ശ്രമം നടത്തണമേ എന്ന് വിനീതം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10 വർഷം അതിൻ്റെ ഭരണം പൂർത്തിയാക്കി. വീണ്ടും ജനവിധി തേടുകയാണ്. വീണ്ടും ജനവിധി തേടിക്കൊണ്ട് 3ാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ 3ാം തവണ ഭരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരാൻ പോവുകയാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഈ ചരിത്ര നിമിഷത്തിൽ ചരിത്ര നിർമ്മിതിയിൽ പങ്കാളിയാവാൻ പോവുകയാണ് എന്നുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളെപ്പോഴും ചരിത്ര നിർമ്മിതിയിലാണ് കൂടുതൽ സന്തോഷവും അഭിമാനവും എടുക്കാറുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം 3ാമത്തെ ഭരണം എന്ന ചരിത്ര നിർമ്മിതിയിൽ നമുക്കെല്ലാം പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാം സന്തോഷമുണ്ട്. അതിനുള്ള അവസരങ്ങൾ എല്ലാവരും ഉണ്ടാക്കണമേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നവകേരളം എന്ന ഒരു ആശയമാണ്. വികസന രംഗത്ത് സമീപനം, ഒരു മുതലാളിത്ത വികസിത ആവണം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയാറുള്ളത്. അങ്ങനെ ഒരു നവകേരള സങ്കല്പം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ മണലൂരിലും അതുപോലെ തന്നെ ഒരു നവമണലൂർ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. നവകേരളത്തോട് പൂരകമായ ഒരു നവമണലൂർ എന്ന് പറയുന്ന വികസന സങ്കല്പം, അത് തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സഖാവ് ഹരിദാസ് സൂചിപ്പിച്ച പോലെ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഇപ്പോൾ കേരളം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ള ആ രീതിശാസ്ത്രത്തിലൂടെ ആയിരിക്കും വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കാർഷിക മേഖലയ്ക്കായിരിക്കും. മണലൂർ ഒരു കാർഷിക മണ്ഡലമാണ് എന്നെല്ലാവർക്കും അറിയാം. അത് ആധുനികവൽക്കരിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കാർഷിക മേഖല ജനകീയവൽക്കരിക്കാതെ ആധുനികവൽക്കരിക്കുകയാക്കി മാറ്റാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഒരു കാർബൺ ന്യൂട്രൽ മണ്ഡലം എന്ന് പോലും ഈ ആഗോള താപനം വളരെ വളരെ അപകടകരമായി വരുന്ന ഒരു സമയത്ത് അങ്ങനെ അല്ലാതെയും വികസനം നടത്താം എന്ന ആശയം ലോകത്തിന് നൽകാൻ കാർബൺ ന്യൂട്രൽ മണ്ഡലം എന്നും ഉൽപാദനക്ഷമതയും ഉൽപാദനവും കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ നാളികേരത്തിൽ ബാക്കി എല്ലാ കാർഷിക ഉൽപ്പന്നം ഭക്ഷ്യസമൃദ്ധിയും ഉണ്ടാക്കുവാനുള്ള ശ്രമം
അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ പുളിവെള്ളം കയറുന്ന പ്രശ്നമുണ്ട്, വെള്ളം കിട്ടാത്ത പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ മണ്ഡലത്തിലുണ്ട്. അതെല്ലാം ശാസ്ത്രീയമായി പഠിച്ച് ആ രംഗത്ത് നല്ല ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കി കേരളത്തിനും ലോകത്തിനും മാതൃകയായ ഒരു കാർഷിക മണ്ഡലം വികസിപ്പിച്ചെടുക്കാൻ മണലൂർക്കാരനായ ഒരാൾക്ക് ഞാൻ കാർഷിക രംഗത്തെ ഏറ്റവും അധികം സംഭാവന സമൂഹത്തിന് നൽകുന്ന ഒരു മണ്ഡലത്തിലാണ് ജീവിക്കുന്നത് എന്ന ഒരു അഭിമാനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ രീതിയിൽ ആ രംഗത്തെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖല. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ അനുഭവവും അതിനെ തുടർന്ന് ഉണ്ടായ കഴിഞ്ഞ തന്നെ സർക്കാരിൻ്റെ കാലത്തെ വിദ്യാകിരണം പരിപാടിയുടെ അനുഭവവും എല്ലാം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖല ഏറ്റവും ആധുനികമായ മേഖലയാക്കി മാറ്റും എന്നുള്ളത് ഈ സമൂഹത്തിന് നൽകാവുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും ആധുനികവൽക്കരിക്കും. ആരോഗ്യ മേഖല, ആർദ്രം പദ്ധതിയുടെ എല്ലാ സങ്കല്പങ്ങളെയും സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും അധികം ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്ന, പ്രതിരോധത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം, ചികിത്സയിൽ ഊന്നി നിൽക്കുന്ന എന്നുള്ളതാണ് പൊതുവിൽ ഇന്നത്തെ ആരോഗ്യരംഗത്തിൻ്റെ വളർച്ച. പക്ഷേ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായി പ്രതിരോധത്തിൽ ഊന്നി നിന്ന് യഥാർത്ഥ വികസനം, ആരോഗ്യ വികസനം എന്ന സങ്കല്പം എടുക്കുവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ പശ്ചാത്തല വികസനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചാത്തല വികസനം അതിൽ വളരെ ശാസ്ത്രീയമായ ഒരു 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 ദീർഘവീക്ഷണം മണലൂരിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അപൂർവമായ പല സ്ഥലത്തും ഉള്ളതാണ്. ജംഗ്ഷനുകളുടെ വികസനത്തിൽ ഉണ്ടാകുന്ന ചെയ്യുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത്, സുഗമമായി പോകുന്നൊരവസ്ഥ ഉണ്ടാവുക. അത്തരത്തിൽ ഒരു വലിയ ഗതാഗത രംഗത്തുള്ള മാസ്റ്റർ പ്ലാൻ പോലും ഉണ്ടാക്കിയിട്ടാണ് ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുക. കുടികളുടെ പ്രശ്നമുണ്ട്, എല്ലാം ഞാൻ ദീർഘമായി പറയില്ല. ഏത് മേഖലയിലുള്ള പ്രശ്നത്തെ ഡേറ്റ വൈസ് പ്രസൻറ്റ് സ്റ്റാറ്റസ് പഠിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയമായ നിലപാട് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദീർഘവീക്ഷണത്തോടു കൂടി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ്. താൽക്കാലികമായി ചില പ്രശ്നപരിഹാരത്തിനപ്പുറം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ശാസ്ത്രീയമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു വീക്ഷണമാണ് ഉണ്ടാകുക. ഞാൻ എല്ലാ മേഖലയെക്കുറിച്ചും പറയല്ല, അതുപോലെ ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഏതായാലും നവമണലൂർ എന്ന് പറയുന്നത് കേരളത്തിലെ 140 മണ്ഡലങ്ങൾക്ക് മാതൃകയായ ഒരു മണ്ഡലമായി മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ചുരുക്കി പറയാനുള്ളത്. ഈ വികസന സങ്കല്പത്തോടൊപ്പം ഈ മണ്ഡലത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഉണ്ടാവണം, ജനങ്ങളും ഉണ്ടാവണം. ഒറ്റയ്ക്കൊരു MLAക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. പൂർണ്ണമായിട്ടും ജനങ്ങളുടെ പിന്തുണ വേണം. എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെ പിന്തുണ വേണം, മാധ്യമങ്ങളുടെയും പിന്തുണ വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രാവർത്തികമാവാത്ത നമ്മുടെ മേനാമാവ് കുപ്പിക്കഴിച്ച് അന്നേര കടാമ്പൂർ പാലം, പിന്നെ അതുപോലെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് റെഗുലേറ്റർ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഒരു തീർച്ചയായിട്ടും അതുണ്ട്. തിരിച്ചു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പ്രസന്റ് ഡേറ്റ വിന്യസിക്കുക എന്നുള്ള അറിയാതിരിക്കുക. അതായത് പ്രസന്റ് സ്റ്റാറ്റസും ഡേറ്റയും, അതാണ് മാസ്റ്റർ പ്ലാനിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പ്രസന്റ് സ്റ്റാറ്റസും പ്രസന്റ് ഡേറ്റയും അത് നമ്മൾ ശേഖരിക്കാൻ, സിമ്പിളായിട്ട് ശേഖരിക്കാം. ആ ശേഖരണം ഈ ഡേറ്റയിലും സ്റ്റാറ്റസിലും വരും. പക്ഷേ അതിനപ്പുറമുള്ള സ്ഥലം, ഇപ്പുറമുള്ള സ്ഥലം, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം അത് കുപ്പിക്കഴുത്തായി എന്നുള്ള ചില കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. അറിയാലോ, അത് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതെങ്ങനെയാണ് ഇത് നമുക്ക് എന്താണ് പിന്നെ മാറ്റിയെടുത്ത് സുഗമമാക്കി മാറ്റാൻ പറ്റുന്നത്. ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായപ്പോൾ ജനങ്ങൾക്കും മനസ്സിലാവും ഇത് ഗതാഗതത്തിന് ഇങ്ങനെ തടസ്സം നിൽക്കുന്നുണ്ട്, ഇന്ന ജംഗ്ഷൻ ആണെങ്കിൽ അത് വികസിച്ചാൽ മാത്രം പോരാന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിലേക്ക് പോകുള്ളൂ. അപ്പം ഇതെല്ലാം അങ്ങനെ മണ്ഡലത്തിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് പറഞ്ഞപ്പോൾ മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി പോയിന്റ് അത് നമ്മുടെ പ്രസൻറ്റ് ഡാറ്റയിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് വളരെ വിശദമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, അത് വളരെ അപൂർവം ദിക്കിലും നടന്നിട്ടുള്ളൂ.
അപ്പോൾ ഇങ്ങനെ ചില കൺസ്ട്രെയിൻസ് ഉണ്ട് എന്നിപ്പോൾ ഞാനും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു. അത് പരിഹരിക്കാനുള്ള ഒരു ദീർഘവീക്ഷണം. കാരണം കാർഷിക മേഖലയെ വളർത്തുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അനിവാര്യമാണ്. ഇപ്പം ഞാൻ കണ്ടു ട്രാക്ടർ പിന്നെ നെല്ല് കയറ്റി പോകുന്ന ആ വഴി തടസ്സമായി കഴിഞ്ഞാൽ അതിൻ്റെ ആ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ക്ഷമത തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് കൃഷിക്കും വ്യവസായത്തിനും ഏറ്റവും ആവശ്യം. അതുകൊണ്ട് ഈ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി അത് മാത്രം പരിഹരിക്കാനല്ല ശ്രമിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ അപ്രോച്ചാണ് ഇതുവരെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പലതും ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്. അതാണ് ആ അപ്രോച്ചാണ് ഞാൻ പറഞ്ഞത്. ഡെൻസിറ്റി ഉള്ള മണ്ഡലവും അത് ട്രാൻസ്പോർട്ടേഷന് വലിയൊരു ബേസാണ്. ഞാൻ പറഞ്ഞ ക്ലിയറാണ്. ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും ബേസ് റോഡ് ഡെൻസിറ്റിയാണ്. റോഡ് ഡെൻസിറ്റി പഠിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, കണക്ക് കൊടുത്തിട്ടുമല്ല, ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുതുക്കാടുള്ളതിനേക്കാൾ റോഡ് ഡെൻസിറ്റി കൂടുതലുള്ളത് ഇവിടെയാണ്. അത് നല്ല കാര്യമാണ്. ആ റോഡ് ഡെൻസിറ്റിയിലെ ട്രാൻസ്പോർട്ടേഷൻ ഡെൻസിറ്റി നോക്കുമ്പോൾ ഇത് ചില പ്രശ്നങ്ങളൊക്കെ പലതിനും കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഡെൻസിറ്റി ഉണ്ടെങ്കിലും അത് പ്രാപ്തമല്ല എന്നുള്ളതാണ്. അത് മാറ്റുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ അപ്രോച്ച്. അപ്പോൾ ഈ റോഡ് ഡെൻസിറ്റിക്ക് അനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഡെൻസിറ്റിയും വരും. ആ ട്രാൻസ്പോർട്ടേഷൻ ഡെൻസിറ്റി വരുമ്പോഴേ ഇവിടുത്തെ വ്യവസായങ്ങൾക്കുള്ള ആവശ്യമുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ടൗൺ വികസിപ്പിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ 424 ppm ഒക്കെ വരേണ്ടത്. പക്ഷേ ഇപ്പോൾ അത് വളരെ കൂടുതലാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അന്തരീക്ഷത്തിലുള്ളപ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടും. അതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ചൂട് കൂടുമ്പോൾ ആ ചൂട് എവിടെയെങ്കിലും എടുക്കണം. അതാണ് പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞ ക്ലിയർ ആണെന്നറിയില്ല. അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ ആ ചൂട് എടുക്കാൻ ഏറ്റവും പ്രാപ്തമായത് കടലാണ്. അതിൻ്റെ കാരണം കടലിൽ വെള്ളമാണ്. വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്നായതുകൊണ്ട് പെട്ടെന്ന് ചൂട് അത് വലിച്ചെടുക്കും. അപ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് വലിച്ചെടുക്കാനുള്ളത് കടലാണ്. കടലിൽ ചൂട് വലിച്ചെടുക്കുമ്പോൾ ചൂട് വരുമ്പോൾ മഴ തോന്നും, മഴ പെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന. അത് കൃഷിയെ നശിക്കൽ എന്ന് പറഞ്ഞാൽ നോക്കണേ, കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉച്ഛ്വാസം ട്രാൻസ്പോർട്ടേഷൻ, അതായത് കാർ വാഹനങ്ങൾ കാർബൺ ന്യൂട്രൽ ആക്കണ്ടേ എന്നുള്ളൊരു പാഠം നമുക്ക് കൊടുക്കാൻ പറ്റും. കാർബൺ നെഗറ്റീവാണ്. ലോകത്ത് ഒരു രാജ്യവും കാർബൺ നെഗറ്റീവില്ല, കാർബൺ ന്യൂട്രലും ഇല്ല. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വന്നിട്ട് അമേരിക്കക്ക് എത്രയാ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കണക്കില്ല. ക്ലിയർ ആണ്. നമ്മൾ മുൻകരുതലുകളൊക്കെ വന്ന് സമരരംഗത്തുണ്ട്. ആളെ ആയിട്ടും അത് അങ്ങനെ കണ്ടിട്ടു. അപ്പോൾ ഈ മാർച്ച് പദ്ധതികളുണ്ടാകും. കാരണം കാഞ്ഞാണി കണ്ടച്ചങ്ങള് വഴി വീട് കുറഞ്ഞ റോഡാണ്. ഗതാഗതം സ്ഥിരമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുക കാഞ്ഞാണിക്കൊക്കെ. അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഗതാഗത സൗകര്യത്തിലുള്ള മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെട്ടതാണ് ഇത് പറഞ്ഞത്. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റോഡിന് വേണ്ടി മാത്രമല്ല. നമ്മുടെ മണ്ഡലത്തിൽ വേറെ ഒന്നുകൂടിയുണ്ട്. കുറച്ചും കൂടി ഇങ്ങനെ അക്കാഡമിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയാൽ മറ്റു മണ്ഡലം വേറെ പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ടാവും. അതുകൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ശാസ്ത്രീയമായ വഴി നമ്മൾ പറഞ്ഞ് മാസ്റ്റർ പ്ലാന് തീർച്ചയായിട്ടും അതിൽ തീർച്ചയായിട്ടും അത് ഇതിൽ വരും. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എത്ര ട്രാൻസ്പോർട്ട് ഡെൻസിറ്റി ആണെന്നുള്ളത് ഇപ്പോഴും കണക്കാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. അതൊക്കെ അതെയോ? തീർച്ചയായിട്ടും നമ്മുടെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ടൂറിസം സാധ്യതകൾ എല്ലാം ഉപയോഗിക്കും. ഞാൻ ഒരു വിശദമായ ഒരു സാധനം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, 1 by 1 ജേണി ഇതാണ്. മനസ്സിലാക്കാവുന്ന ഒരു സമൂഹമാണ്. വ്യവസായം
അതാണ് റോഡ്. അതെ correct. അതെ, ഇത് ഒരു യഥാർത്ഥ ഒരു വികസന ഒരു മിനിറ്റ് ചോദ്യം, വികസനറ്റാണ് ചോദ്യം. കാരണം പൊതുവിൽ ആൾക്കാരുടെ ധാരണ റോഡാണ് ആദ്യത്തെ പ്രാധാന്യം എന്നുള്ളതാണ് ജനങ്ങളുടെ മനസ്സിൽ. അത് ഒരു വികസന പെർസ്പെക്റ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ ചോദ്യമാണ് കറക്റ്റ്. കൃഷി അതാണല്ലോ ഒന്നാമത്തെ. സ്വാഭാവികമായിട്ട് അനുബന്ധിച്ച് വ്യവസായം ഉണ്ടാവും. ഇതിനാവശ്യമുള്ള ട്രാൻസ്പോർട്ടേഷനാണ് പ്രധാനമായിട്ട് മെയിൻ റോഡുകൾ എന്നൊക്കെ പറയും. അതാണ് അതിൻ്റെ ആ കോൺസെപ്റ്റ്. അതാണ് ആ ചോദ്യം ചോദിച്ചത്. അത് ഡെൻസ് ചെയ്ത് വെള്ളമാക്കി മാറ്റുക എന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ചെലവും പിന്നെ അതിൽ വരുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഒരു നിവൃത്തിയില്ലാത്ത ചില സ്ഥലത്ത് മാത്രമാണ് കുടിവെള്ളമാക്കി മാറ്റുന്നത്. ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലാന്ന് നീ പറഞ്ഞു. അതെ അതെ, അത് വേറെ ഒരു മാർഗവും എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ള മാർഗം നമുക്കിവിടെ വേറെ ഒരു മിനിറ്റ് ഈ ചോദ്യത്തിന് ഒരു സയന്റിഫിക് ഉത്തരം എന്താ വെച്ചാൽ, ഈ മണലൂർ മണ്ഡലം കാർഷിക മണ്ഡലമാണെന്നുള്ള നിലയ്ക്ക് നമുക്കാർക്കും എതിർപ്പില്ലല്ലോ എന്നാണ്. ഈ കാർഷിക മണ്ഡലമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വാട്ടർ ബേസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ പറഞ്ഞ പോയിന്റ് പിടിയിട്ടില്ല. അതാണ് വെള്ളത്തിന്റെ പ്രശ്നം. ഞാൻ സയൻസ് ഇരിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിപ്പോ എനിക്ക് പെട്ടെന്ന് ഇത് കൂടി അറിയില്ല എന്നുള്ളതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മണലൂർ മണ്ഡലം ഒരു കാർഷിക മണ്ഡലമാണ്. കാർഷിക മണ്ഡലമാണെന്ന് പറഞ്ഞാൽ ഉറപ്പ് അവിടെ വാട്ടർ ബേസ് ഉണ്ടാവും. നമ്മൾ ഉപയോഗിച്ചുണ്ടോ ഇല്ലത് അത് വേറെ കാര്യം. അത് നമുക്ക് നോക്കണ്ട. വാട്ടർ ബേസ് അതുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും. അതെങ്ങനെയാന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. എല്ലാവരും അത് അല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ കാർഷിക മണ്ഡലമാവില്ല. ഇത് പാറ മറ്റേതിന്റെ മണ്ഡലമായിട്ട് മാറും. റബ്ബറല്ലല്ലോ ഇവിടെ. വെള്ളം ഉപയോഗിക്കാത്ത കൃഷിയല്ല അല്ലേ? ഞാൻ ഇവിടെ കണ്ട വിരൽ മുഴുവൻ വെള്ളം ഉപയോഗിക്കുന്ന കൃഷിയാണ്. വാട്ടർ ബേസ് ഇവിടെ ഉണ്ട്. അതെങ്ങനെ പോകാം? അടുത്തൊരു സ്റ്റെപ്പില് ഈ റോഡുകള്, അതായത് ഇപ്പൊ പറഞ്ഞു റോഡുകൾ ശരിയായാലും എല്ലാം ശരിയാവും. ഈ വ്യവസായ കൃഷി ഉണ്ടാവും. അതിനേക്കാളൊക്കെ ഈ ഗ്രാമങ്ങളിലെ റോഡുകൾ അടിയന്തര പ്രധാനം കൊടുത്തു നന്നാക്കാം പറഞ്ഞു. പക്ഷെ അതൊന്നും സാധാരണക്കാരുടെ ഇടയിൽ വില പോകുന്ന കാര്യമല്ല. പലയിടത്ത് ഞാൻ ചെല്ലുമ്പോൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാരണം പറയുന്നത് കാര്യം ഈ റോഡുകളാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ എന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്? അതെ, ഞാൻ പറയാം, മനസ്സിലായി. ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരും നമ്മൾ ഒരു പ്രൈം സയൻസാണ് പറഞ്ഞത്. പ്രൈം സയൻസ് അത് നമ്മൾ നടപ്പിലാക്കി സാധാരണ ജനങ്ങളോട് പറയുമ്പോൾ ഈ സയൻസ് ഒന്നും അവിടെ ആദ്യം പറയില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പറയാൻ വെച്ചാൽ റോഡ് നേരെയാക്കുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. അവിടെ ശാസ്ത്രീയതയും ആലോചിക്കാനും ഒന്നും വേറെ സമയമില്ല. അടിയന്തരമായി ചെയ്യേണ്ടത്. രണ്ടാമതോ അത്രയും അടിയന്തരാവസ്ഥയില്ലെങ്കിലും കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, വളരെ വിശദമായിട്ട് ചെയ്യണം. അതിൽ ആദ്യത്തെയാണ് ഈ പറഞ്ഞത്. ഏത്? അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. പൊളിഞ്ഞു കിടക്കുന്ന സാധനത്തിന് ഈ തിയറി ഒന്നും ബാധകല്ല. പറഞ്ഞു അതിന് ചെയ്യുന്ന വേണം. അത് ചെയ്യും. അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനാവശ്യം എങ്ങനെയാ ചെയ്യും. അല്ലല്ല, തീരുമാനമല്ല, അത് ചെയ്യും. കറക്റ്റാണ് ചോദ്യം, കറക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഒന്നും അങ്ങനെ പറയണ്ടല്ലോ. ഇത് നമ്മളിപ്പോ ഒരു മേജർ ചർച്ച ആയതുകൊണ്ട് ഇതിന്റെ ഫൈൻ ഡീറ്റെയിൽസ് പോയില്ല. അടിയന്തര പ്രാമാണ്യം ചെയ്യില്ല. അധ്യക്ഷത വഹിക്കുന്ന ഹരിദാസൻ LDFന്റെ മണ്ണൂർ മണ്ഡലം കൺവീനർ, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ സയന്റിഫിക് ആയിട്ടും മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചും വിശദമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്ര മാഷ് കെമിസ്ട്രി അടക്കം ഉപയോഗിച്ചുകൊണ്ട് മാഷോട് പറയേണ്ടായി. മാഷ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ LDFന്റെ ചെയർമാൻ VR മനോജ്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി PA രമേശൻ,
GM സുജിത്ത്, PG സുബിദാസ്, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സൈൻ അടക്കമുള്ള പാർട്ടി സഹാക്കൾക്കും ഇവിടെ നമ്മുടെ ക്ഷണിച്ചുള്ള എല്ലാ പത്രസുഹൃത്തുക്കൾക്കും എല്ലാവർക്കും മണലൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജൂറിസ്ഡിക്ഷനുള്ള കുന്നംകുളം, പാവറട്ടി, വാടാനപ്പള്ളി, കാഞ്ഞാണി ഉൾപ്പെടെ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും മണലൂരിൽ ഇങ്ങനെയൊരു മത്സരത്തിന് അവസരം ഉണ്ടായി. കഴിഞ്ഞൊരു 6 മാസമായി മണലൂരിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എളിയവനായ ഞാൻ. അതിനു മുൻപ് MP ആയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും അല്ലെങ്കിൽ AICC സെക്രട്ടറി എന്ന നിലയിലും ഒരുപക്ഷെ ചൂണ്ടലും കണ്ടാണിശ്ശേരിയും ഒഴികെയുള്ള മലയ നിയോജക മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും PM സുധീരന്റെ കൂടെ ഒരു നിഴലായി അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഏറ്റവും പുറകെ ഒരു വിദ്യാർത്ഥിയായി പ്രവർത്തകനായും പിന്നീട് യുവജന പ്രവർത്തകനായും ഈ നിയോജക മണ്ഡലത്തെ കൂടുതൽ അടുത്തറിയാൻ അവസരം ഉണ്ടായിട്ടുള്ളത് കൂടി നിങ്ങളുമായി പ്രത്യേകം പങ്കുവയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ MLA ആയ വാടാൻ ബൂത്തിൽ ചെന്നാലും ചുരുങ്ങിയത് 10 പേരെങ്കിലും പേരെടുത്ത് വിളിക്കും. 235 മണ്ഡലത്തിൽ ഇല്ല. അത് മുഴുവൻ UDFകാർ മാത്രമല്ല, UDFകാരല്ലാത്തവരും LDF അനുഭാവികളും NDA അനുഭാവികളും പാർട്ടി ഇല്ലാത്തവരും വ്യത്യസ്ത ഒരു എനർജിയായി കൂടെ ഉണ്ടാക്കുക. എനിക്ക് ഒരു വ്യത്യസ്തമായ ഒരു എനർജി കൂടിയുണ്ട് മറ്റു പലരെക്കാൾ നിന്ന് വ്യത്യസ്തമായി. ഇതുപോലെ എല്ലാ സ്ഥലത്തും തൊട്ട് പേര് വിളിച്ച് ഇങ്ങനെ അവരെ കൈ പിടിച്ച് ഇന്ന ആളെന്ന് പറയാവുന്ന ആള് ഒരു ബൂത്തിലല്ല, എല്ലാം വാടാനപ്പള്ളിയിൽ മാത്രമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഹോംവർക്ക് നടത്തി കഴിഞ്ഞ 6 മാസം. ആ ഹോംവർക്കിന്റെ ഭാഗമായി ഇവിടെ ഒരു വികസന ചർച്ച നടത്തി. ഡോക്ടർ PP ബാലൻ, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കാണ്, കിലയുടെ ഡയറക്ടറായിരുന്നു. കിലയുടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന പരിപ്രേക്ഷ്യം ഈ പാവർട്ടിയിൽ വെച്ച് അതിൽ പഞ്ചായത്ത് മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മെമ്പോടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ മേഖല മണലൂർ മണ്ഡലത്തിലും ജനിച്ച് ഉള്ള ആളുകളുണ്ടായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഒരു ഘടകം. പിന്നീട് ഒരു കോൺക്ലേവ് പോലെ ഈ ജോളി വില്ലയിലെ അടിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു കോൺക്ലേവ് പോലെ നടത്തിയിട്ടുണ്ടായി. അതൊരു മാസം മുമ്പാണ് ആ കോൺക്ലേവ് നടത്തിയത്. 300 പരം പേര് ആ കോൺക്ലേവ്. ശേഖര സമിതിയുടെ ആളുകളുണ്ടായിരുന്നു, കോൺനിലങ്ങളിലെ പാടശേഖര സമിതിയുടെ ആളുകളുണ്ടായിരുന്നു, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു. നമ്മുടെ പുഴയോരത്ത് ഈ പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുണ്ടായിരുന്നു. ഈ പെരിങ്ങാട് പുഴയുടെ ഭാഗത്ത് ജനിച്ച് ജീവിച്ച് നൂറ്റാണ്ടുകളായി ജനിച്ച് ജീവിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ വാടാനപ്പള്ളി, കാഞ്ഞാണി പാതയുടെ ഭാഗത്ത് അതിന്റെ ജംഗ്ഷനിൽ വീർപ്പുമുട്ടി അവിടെ വികസിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ആളുകളുടെ പ്രതിനിധികളുണ്ടായിരുന്നു. ഏറ്റവും പ്രയാസമേറിയ കേച്ചേരിയിലെ ഗതാഗത കുരുക്ക് മൂലം കേച്ചേരി അനുഭവപ്പെടുന്ന ദുരന്തത്തിന് ഇനിയൊരു മാർഗം, എന്താണ് ഒരു മാർഗമെന്ന് ചോദിച്ചു വന്ന അവിടുത്തെ നിഷ്പക്ഷമതികളായ പ്രതിനിധികളുണ്ടായിരുന്നു. അതിന് വ്യത്യസ്ത മേഖലകളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചവരും, അതേപോലെ പെർമനന്റ് ഫണ്ടില്ലാത്ത ഈ തൈക്കാട്, കണ്ടാണിശ്ശേരി, ചൂണ്ടൽ ഉൾപ്പെടെ കുടിവെള്ളത്തിന് വേണ്ടി ഏറ്റവും പ്രയാസപ്പെടുന്ന മേഖലകൾ ആ മീറ്റിങ്ങിൽ വെച്ച് നടന്ന് അതെല്ലാം വന്ന ആളുകളെല്ലാം 16 സെക്ഷനുകളാക്കി തിരിച്ച് ആ 16 സെക്ഷനുകളിലേക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടുകളെയും സോഷ്യൽ പങ്കാളികളാക്കി അവരുമായി നടത്തിയ ഒരു വലിയ ആശയം മണലൂർ അറിയിക്കുകയാണ്. ഫസ്റ്റ് വർക്ക് നടത്തി കേൾക്കേണ്ടവരെ മുഴുവൻ കേട്ട് പിന്നെ അതിന് ആരൊക്കെയാണോ അതിൻ്റെ വിക്ടിംസ്, ആ വിക്ടിംസിന് മുഴുവൻ വിളിച്ചു വരുത്തി. നെക്സ്റ്റ് അതിനെന്ത് സൊല്യൂഷൻ, എന്താണ് മാർഗം, അതെല്ലാം ഒരു സ്കൂൾ കുട്ടിയെ പഠിക്കുന്ന പോലെ പഠിക്കാൻ ശ്രമിച്ച്, അതും സദസ്സിൽ ഇരുന്നുകൊണ്ട്. കണ്ട ഇവിടുത്തെ ഭാവത്തെ മാധ്യമ ഞാനതിൻ്റെ സ്റ്റേജിലിരിക്കാനോ അതിൻ്റെ ഉദ്ഘാടകനോ അധ്യക്ഷനോ സ്വാഗത പ്രാസംഗികനോ ഒന്നായി പോയിട്ടല്ല. ഞാൻ സദസ്സിൽ ഏറ്റവും പുറകിലിരുന്ന് ഓരോരുത്തോര് പറയുന്നതും പിന്നെ കുറിച്ചെടുത്ത് മണലൂരിനൊരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മാനിഫെസ്റ്റോ ഇനി മറ്റുള്ളവർ പകർത്തട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആഗ്രഹിക്കുന്നു, അവർ പകർത്തുമെന്ന് വിശ്വസിക്കുന്നു.
അവരെ ഈ ഞാൻ തുടർന്ന ഈ പാത പിന്തുടരാൻ ഞാൻ അവരെ കൂടി സ്നേഹത്തോടെ കൂടെ ക്ഷണിക്കുകയാണ്. കാരണം ഇതിനു മുൻപ് ആരും, ഞാനും ചെയ്തിട്ടില്ല. ഞാൻ 3 തവണ MLA മത്സരിച്ച ആളാണ്. മാടാനപ്പള്ളി ഉൾപ്പെടുന്ന ഏങ്ങണ്ടി ഉൾപ്പെടുന്ന നാട്ടികയിലും പിന്നെ കൊടുങ്ങല്ലൂരും ഉൾപ്പെടെ 3 തവണ അസംബ്ലി മത്സരിച്ചിട്ടുണ്ട്. അസംബ്ലി മണ്ഡലത്തിലേക്ക് ആരും അങ്ങനെ ഭരണപത്രമൊന്നും മാനിഫെസ്റ്റോ ഒന്നും ഉണ്ടാക്കാറില്ല. സ്റ്റേറ്റ് മാനിഫെസ്റ്റോ ഉണ്ടാവാറുള്ളൂ. പക്ഷെ മണലൂരിന് മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ പ്രത്യേകമായ കാരണമുണ്ടായി. അനുഭവം തന്നെയാണ്. ഈ പറഞ്ഞ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അവരുടെ ഫീലിംഗ്സ് നമുക്ക് തോന്നി. ഇത്ര കൊല്ലത്തെ എൻ്റെ ഒക്കെ എക്സ്പീരിയൻസ്, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു 26-ാമത്തെ വയസ്സിൽ. വളരെ ചെറിയ പ്രായത്തിൽ 26 കൊല്ലം മുമ്പ് ഞാൻ MLA ആയിരുന്ന ആളാണ്, 2001 മുതൽ. അപ്പൊ ഇത്രയും ഈ ചെറിയ പ്രായം മുതൽ ഉണ്ടായ നമ്മുടെ ഒരു അനുഭവമുണ്ട്. ഒരു കാര്യം നടക്കണമെങ്കിൽ ഏത് വാതിലാണ് മുട്ടേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര. മന്ത്രിമാരോ കൊണ്ട് ആണ് ഞാൻ ബുദ്ധിമുട്ടി ഹോംവർക്ക് ചെയ്ത് പഠിച്ചത്. ഞാൻ ഇതിന്റെ കോപ്പി ഇപ്പൊ എൻ്റെ ഈ മാനിഫെസ്റ്റോന്റെ കോപ്പി നാട്ടിലെ എല്ലാവരുടെ കയ്യിൽ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. LDF ആളുകളുടെയും കയ്യിലുണ്ട്, NDA-ക്കാരുടെ കയ്യിലുണ്ട്, അല്ലാത്തവരുടെ കയ്യിലൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഇതിന്റെ പകർപ്പ് കൂടി എടുത്ത് അവരും കൂടി ഒന്ന് മണലൂരിന് വേണ്ടി ഒന്ന് സ്റ്റഡി ചെയ്ത് വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഞാൻ സന്ദർഭോചിതമായി പങ്കുവെക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കൂടി ഇത് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരാൾ തുടങ്ങി വെച്ചതിന് ഒരു പിൻഗാമികൾ പുറകെ വരുമ്പോൾ തുടങ്ങി വെച്ച ആൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. ഇതിന് കാരണക്കാരൻ ആരായിരുന്നു എന്നുള്ളതിനുള്ളൊരു ഒരു നിമിത്തമുണ്ടല്ലോ. ആ നിമിത്തമാകാൻ കഴിയട്ടെ എന്നുള്ള ആശയം കൂടി ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ്. ഈ മാനിഫെസ്റ്റോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം കേരള നാഷണൽ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ മണലൂര് ഈ ചർച്ച നടത്തിയ അടിസ്ഥാനത്തിൽ എനിക്ക് കുറെ ആളുകളുമായി ഇന്ററാക്ട് ചെയ്തപ്പോ ഭയങ്കരമായി കാര്യങ്ങളുണ്ട്. അതുകൂടി പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇന്ന് KC വേണുഗോപാൽ വരികയാണ്. KC വേണുഗോപാൽ എന്നൊരു മണലൂരിനൊരു 10 ഗ്യാരണ്ടി ഇന്ന് പ്രഖ്യാപിക്കേണ്ടായി. UDF രാഹുൽ ഗാന്ധി കേരളത്തിലെ UDF-ന് 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. ഇന്ന് മണലൂരിന് 10 ഗ്യാരണ്ടി UDF പ്രഖ്യാപിക്കേണ്ടായി. ആ ഗ്യാരണ്ടി വെറുതെ ഒരു ഇലക്ഷൻ കാലത്തെ സ്റ്റണ്ടാണെന്ന് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്യാം. പോരാ, എൻ്റെ കയ്യൊപ്പോട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ഫയലിൽ സൂക്ഷിച്ചു വെക്കണം. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളെ കൂടെ ജീവിച്ചിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായും വിമർശിക്കേണ്ടവർ, പ്രോത്സാഹിപ്പിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണട്ടെ എന്നുകൂടി ആശ. നമുക്കൊക്കെ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും, നാച്ചുറലി, സ്വാഭാവികം. അത് ഇല്ലാന്ന് പറയുന്നത് കാപട്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. നമുക്കെല്ലാവർക്കും സ്വാഭാവികമാണ്. ഉണ്മയുടെ ഒരു പോസിറ്റിവിസം കാണാൻ വേണ്ടി ശ്രമിക്കും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റിവിസം കാണാൻ ശ്രമിക്കുമല്ലോ, ആര് പറഞ്ഞാലും ആര് ചെയ്താലും. അതുകൊണ്ട് ഞാനൊരു 10 ഗ്യാരണ്ടി ഈ മണലൂർ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഈ 10 ഗ്യാരണ്ടി ഞാൻ നെഞ്ചത്ത് കൈവച്ച് ഉറപ്പിച്ച് പറയും. ഇവിടെ നിന്നും MLA ആയി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യത്തെ 10 മാസം പൂർത്തിയാകുന്നതിന് മുൻപായി ഈ 10 ഗ്യാരണ്ടിയും തുടക്കം കുറിക്കും. പൂർത്തിയാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം റെക്കോർഡ് ചെയ്യണം കേട്ടോ. 10 മാസത്തിനുള്ളിൽ ഞാനിത് തുടക്കം കുറിക്കും എന്ന് നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ മണലൂർ മണ്ഡലത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ഉറപ്പ് നൽകുകയാണ്. ഞാൻ അത് നിങ്ങളുടെ കയ്യിലേക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒന്നൊന്നായി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായ ഒരാളുടെ പരിവരുന്ന ശബ്ദം തന്നെ നമുക്ക് ആലോചകമാകും. ഞാൻ ഇത് വൺ സൈഡ് മൈക്കാവാൻ പാടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കൂട്ടത്തിൽ തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ അഭ്യർത്ഥനയുടെ കോപ്പിയൊക്കെ നിങ്ങളുടെ കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് ഇൻട്രാക്ഷൻ പ്രതീക്ഷിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നമുക്കിനി ഷെയർ ചെയ്യാം. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ നെഗറ്റീവ് ക്യാമ്പയിനായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. UDF എന്ന കാര്യം ഒരു നയപ്രഖ്യാപനം ആദ്യമായി നടത്താൻ ആഗ്രഹിക്കുകയാണ്. UDF ഈ മണലൂരിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിൻ ആയിട്ടാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിൽ എന്താ നടക്കുക? രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, മുന്നണി ആരോപണങ്ങൾ, മുൻഗാമികളെ കുറിച്ച് പിന്നെ പരാതി പറയുന്നത്, വിമർശിക്കുന്നത്, അത് ക്രിയാത്മകമല്ലാത്ത രീതിയിൽ പറയുന്നത്, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറയുന്നത്, അത് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് കൂടി പിന്നെ ഒരിക്കലും ആളുകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ തുറന്ന്
അത്തരം അക്കൗണ്ടുകളിലൂടെ ആരെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ നാമത്തിൽ പിന്നെ അപമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമ്പയിനൊക്കെ ആണല്ലോ ഈ കാലത്ത് രാജ്യവ്യാപകമായി നടക്കുന്നത്. മണലൂരിൽ യൂണിക്കുന്നതും ഒരു പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിനാണ്. അതാണ് ഈ ഇലക്ഷൻ സ്ഥാനം. ആ പോസിറ്റീവ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ മണലൂരിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വരേണ്ടത്, അതിന് എന്തൊക്കെയാണ് മാർഗം, അതെങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, അതെങ്ങനെ ചെയ്യും, അതിന് ഡിബേറ്റിന്, ഓപ്പൺ ഡിബേറ്റിന് UDF തയ്യാറാണ്. അതങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രകടന പത്രികയും ഒരു മാനിഫെസ്റ്റോയും അതേപോലെ 10 മണലൂരിന് മാത്രമായി അതും ഈ ഒരു സ്ഥാനാർത്ഥി 10 ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ. ഞാൻ കർണാടക നിയമസഭയിലെ ഇലക്ഷൻ ചുമതല ഉണ്ടായിരുന്ന AICC ഒബ്സർവറാണ്. ഞാൻ കർണാടകയിൽ ഇലക്ഷൻ ചുമതലയ്ക്ക് പോയിട്ടുള്ള AICC ഒബ്സർവറായിരുന്നു. ഇപ്പോൾ ഞാൻ പോണ്ടിച്ചേരിയിലെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. പോണ്ടിച്ചേരിയിലും ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നാഷണൽ ബേസിൽ പല സ്റ്റേറ്റിലും AICC സെക്രട്ടറി എന്ന നിലയിലൊക്കെ പോകാൻ അവസരം ഉണ്ടായപ്പോൾ അവിടെ നിന്നും ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു അസംബ്ലി കാൻഡിഡേറ്റ് ഗ്യാരണ്ടി ഡിക്ലർ ചെയ്തിട്ടില്ല. സ്റ്റേറ്റ് ബേസിൽ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററും അല്ലെങ്കിൽ ആ 10 ഗ്യാരണ്ടിക്കും 10 മാസത്തിനുള്ളിൽ തുടങ്ങുമെന്ന് പറയുന്ന 10 ഗ്യാരണ്ടി അത് നാഷണൽ ബേസിൽ ഫസ്റ്റ് ടൈമാണ് എന്ന് കൂടി സ്നേഹത്തോടെ പറഞ്ഞു. ഒരു പോസിറ്റീവ് ഇലക്ഷൻ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ചും ജെൻസി ഉൾപ്പെടെയുള്ള ന്യൂ ജനറേഷന് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആളുകളുടെ സ്വപ്നങ്ങളുടെ കൂടെ എങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആ രീതിയിൽ ഇവിടെ ഇരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഇലക്ഷന്റെ അജണ്ടയും അതിൻ്റെ ഒരു നയപരമായ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഡെസ്കും നിങ്ങളൊക്കെ മുതലാളിമാരുമാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളിൽ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റുകൾ ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് മീഡിയ ആളുകളുണ്ടാവും, പൊളിറ്റിക്കൽ ബാനറുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മുഖപത്രങ്ങളുടെ പ്രതിനിധികൾ കൂടി ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. സ്വാഭാവികമായി പോയിന്റ് വേണമെന്നാണ് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ്, വെരി ഹംബിൾ റിക്വസ്റ്റാണ്. ആ വ്യൂ പോയിന്റ് വേറെ ഒന്നല്ല. നമുക്ക് എല്ലാ കാലത്തും ഒരേപോലെ നമ്മൾ ഒരു കുട്ടാഞ്ഞാണി തൃശ്ശൂർ റോഡ് ഈ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രധാന സംസ്ഥാന റോഡിൽ ഏകതീരത്തുനിന്നും ഈ വാടാനപ്പള്ളി കാഞ്ഞാണി കുന്നത്തങ്ങാടി അരിമ്പൂര് വഴി ഒളരിയിലേക്ക് ആദ്യത്തെ BMBC റോഡ് സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് 5.5 കോടി 6 കോടി രൂപ കൊണ്ടുവന്ന് ആ റോഡ് ആദ്യമായി റബ്ബറൈസർ എന്ന് ഓപ്പന പേര് വിളിക്കുന്ന BMBC റോഡ് ചെയ്തത് ഈ ജില്ലയിൽ തന്നെ ആദ്യത്തെ BMBC റോഡുകൾ ഒന്നായിരുന്നു. ഞാനത് സ്നേഹദിനം കൊണ്ടുവന്നപ്പോൾ നാട്ടിക MLA ആയിരിക്കും അവിടെ കൊണ്ടുവന്നതാണ്. കുറേ കൊല്ലങ്ങളായി മാറി മാറി വന്ന പല ജനപ്രതിനിധികളും കൂട്ടായ്മയും നോൺ പൊളിറ്റിക്കൽ കൂട്ടായ്മയായി ഒക്കെ നടത്തിയിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലും കാഞ്ഞാടിയിൽ നിന്ന് വരുന്ന ആ പ്രദേശത്ത് വരുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിക്കുന്നു, ബഡ്ജറ്റിൽ പ്രസംഗം കഴിഞ്ഞാൽ പത്രങ്ങളിൽ ടൈറ്റിൽ വരുന്നു, പക്ഷെ യാഥാർത്ഥ്യമാകുന്നില്ല. ഭൂമി ഏറ്റെടുക്കണം, അവിടെ ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, കെട്ടിട ഉടമകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അതിന് ആസ് പെർ റൂൾ ഉണ്ട്, അതിന് ബഡ്ജറ്റിൽ പണം ഉൾപ്പെടുത്തണം, അതിന് ഭരണാനുമതി വേണം, AS വാങ്ങണം, TS വാങ്ങണം, സാങ്കേതിക അനുമതി വാങ്ങണം, അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. എന്തുകൊണ്ട് തടസ്സം മനസ്സിലാവും? ഞാൻ മാളയിൽ സോറി ചെന്നിട്ട് പറയാൻ, മാള കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുമ്പോൾ മാള ടൗൺ ഇതുപോലെയായിരുന്നു, കുപ്പിക്കഴുത്തായിരുന്നു. നമ്മുടെ ഏനാമാവ് പോലെ കുപ്പിക്കഴുത്തായിരുന്നു. ഏനാമാവ് നമ്മുടെ പള്ളിയിൽ മുമ്പിൽ കാണുമ്പോൾ അത് കുപ്പിക്കഴുത്ത്, അല്ലെങ്കിൽ കണ്ടശങ്ങളവിൽ കാണുന്ന അല്ലെങ്കിൽ കാഞ്ഞാണി കാണുന്ന കുപ്പിക്കഴുത്തായിരുന്നു മാള. ലീഡർ K. കരുണാകരന്റെ കാലത്ത് മുതലേ അതാണ്. അന്ന് അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ വേണ്ടി വരുമ്പോൾ ഒരുപാട് പേരുടെ പല തടസ്സങ്ങളും ഉണ്ട്. ഞാൻ അവിടെ വ്യാപാരി വ്യവസായികളെ വിളിച്ചുകൂട്ടി, ഭൂവുടമകളെ വിളിച്ചുകൂട്ടി, ഷോപ്പിൽ കച്ചവടം നടത്തുന്ന ആളുകളെ വിളിച്ചുകൂട്ടി, കുറച്ചു പേർക്ക് എതിർപ്പുണ്ടായി. എല്ലാവരും പറഞ്ഞ് കൺസൾട്ടേഷൻ നടത്തി. ഞാൻ അവർ തൊട്ടും തലോടിയും ചേർത്ത് നിർത്തിയും ചിലത് പറയും ഈ മുട്ടുന്നതിനെയും ടൗൺ നിങ്ങൾ ആരോടെങ്കിലും മാളയിലുള്ള മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക, മാള ടൗൺ നിന്ന് അതിന്റെ വീതി കൂടി അതിന്റെ സിനഗോഗിൽ ആളുകൾ കാണുന്ന രീതിയിലായി മാറി. അത് മുഴുവൻ ചെയ്തത് ഞാൻ മാള MLA ആയിരുന്നു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കണ്ടശങ്കടവ് കാഞ്ഞാണി ഈ തൃശ്ശൂർ റോഡ് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് എന്താണ് അതിന് ഇത്രയും കാലമായി ഉണ്ടായ തടസ്സം, ആ തടസ്സം മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ജനപ്രതിയാവാൻ അവസരമുണ്ടായി. എന്റെ പ്രധാന പരിഗണനകൾ ഒന്ന് അതായിരിക്കും. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ പെർമനന്റ്
പിന്നെ ലൂയിസ് ബ്രിഡ്ജ് തന്നെയാണ്. കൊല്ലം എത്രയോ പഴക്കമുള്ളത് അവിടെ ഷട്ടറൊന്നും ഓഫീസിൽ പൊന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എല്ലാ ദിവസവും രീന്തരെ കൂടെ വരുന്ന ആളാണ്, ഇതിൽ വരുന്ന ആളാണ്. നമുക്ക് തന്നെ തോന്നണം ഇത് എന്തുകൊണ്ട് പെർമനന്റ് ആയിക്കൂടാ. പണമില്ലാണ് ഒരു സംശയം വേണ്ട, അത് നടപ്പിലായിരിക്കും. അടുത്ത നിങ്ങൾക്കൊരു 6 മാസത്തിനുള്ളിൽ ഒടുങ്ങി വെച്ചതിന്റെ ഒരു ഭാഗം പൂർത്തിയാകും. പെർമനന്റ് സ്ഥിരം സംവിധാനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തും. ആ പ്രോജക്റ്റ് പൂർത്തിയാക്കും. ഷുവർ. 10 ഗ്യാരണ്ടി 10 മാസത്തിനുള്ളിൽ തുടങ്ങി വെക്കുന്നു. അത് സർക്കാർ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണോ സ്വകാര്യ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണോ എങ്ങനെയാണെന്ന് ഇതിനകത്ത് MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണം APJ അബ്ദുൽ കലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് AI ആൻഡ് റോബോട്ടിക് ലാബ് എന്ന് പറയുന്നുണ്ട്. MLA ഫണ്ട് കൊടുത്താൽ 10 വിദ്യാലയങ്ങളിൽ ഇവിടെ തൈക്കാട് ഉൾപ്പെടെ 10 സ്ക്വയർ ഫീറ്റ് വിസ്തൃതി. ഞാൻ വെറുതെ പഠിക്കാണ്ട് നമുക്കത് ഞാനേ പറഞ്ഞത്. ഞാൻ എന്റെ കയ്യൊപ്പതിൽ കാണാം. വെറുതെ കുട്ടികളെ പോലെ എന്നെ പോലത്തൊരു 60+ ആയ ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും കൊല്ലം ജനപ്രതിയായ ആള് വെറുതെ പോയിട്ട് തട്ടിപ്പോ മൊത്തം കാണിച്ച് പോകാൻ വേണ്ടി പറ്റുമോ? കുഞ്ഞു കുട്ടികളെ പോലെ പറ്റുമോ? ഞാൻ അതുകൊണ്ട് എന്റെ കയ്യൊപ്പിട്ട് തന്നിരിക്കുന്നത് പറയുന്നത് എനിക്കറിയാം. എങ്ങനെ അതിനെന്താ ഞാൻ ഇതുപോയി അന്വേഷിച്ച് പിടിച്ചിട്ട് AI-യുടെയും റോബോട്ടിക്കിന്റെയും കൂടി ചേർന്ന് ലാബ് കൊണ്ടുവരാൻ എന്താണ് മാർഗം? എവിടെയാണ് അതിന്റെ സോഴ്സ്? സ്നേഹതീരത്ത് വന്നിട്ടുള്ള ഇവിടെ ഉണ്ടാകും. നാട്ടിക ഒരുമ ഫെസ്റ്റിവൽ. കേരളത്തിൽ ആദ്യമായി ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങിയ ഞാനാ. കേരളത്തിൽ ആദ്യമായി. എല്ലാ ബീച്ചിലും ബീച്ച് ഫെസ്റ്റിവൽ ഉണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തിലും തൈക്കാടും വ്യത്യസ്ത കൾച്ചറൽ ഫെസ്റ്റിവലും അഗ്രികൾച്ചർ ഫെസ്റ്റിവലും ആനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫെസ്റ്റിവലുകൾ ഇനി നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കൊല്ലത്തിൽ ഒരു സപ്ലിമെന്റ് ഇറക്കാനുള്ള ഭാഗ്യം ഞാൻ ഉണ്ടാക്കി തരും. ഒരു സപ്ലിമെന്റ് ഇറക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നുള്ള പിന്നെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്റെ സപ്പോർട്ടും കിട്ടും, ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടും, ഡിപ്പാർട്ട്മെന്റുകളുടെ സപ്പോർട്ട് കിട്ടും. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വെറുതെ അല്ലല്ലോ. നമ്മൾ കുറെ നാളെയല്ലേ ഇതിനെ പിന്നിലൊക്കെ നടന്ന് പഠിക്കുന്നത്. അപ്പൊ അതൊരു ഭാഗത്ത് ഗവൺമെന്റ് ഫണ്ട്. പിന്നെ ഞാൻ എന്റെ ഏറ്റവും ഒരു പ്രൈം അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്, ഗ്യാരണ്ടി എന്ന് പറയുന്നത് മദർ തെരേസ ഡേ. നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ സ്ഥിരമായി ഡയാലിസിസ് പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ടിന്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് പോയി വെള്ളമർത്തിയാൽ കിട്ടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട് വാങ്ങിയ ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുത്ത ആള് തെളിവനായി ഞാൻ. നമ്മുടെ ഓഫീസിലും നമ്മുടെ മുന്നിലും നമ്മുടെ വീട്ടിലും വരുന്ന ആളുകളുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ. ഒരിക്കൽ ഡയാലിസിസ് കൊടുത്താൽ പിന്നെ ആളെ മരിക്കുന്നവരെ തുടരും. പാവപ്പെട്ടവർക്ക് ഒരു മാർഗമില്ല. എവിടെ തുടങ്ങാൻ വേണ്ടി പറ്റും? എനിക്ക് വിശ്വാസമുണ്ട്. എവിടെ തുടങ്ങാൻ വേണ്ടി പറ്റും? ഞാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ വെളിപ്പെടുത്തി ഇതൊക്കെ കോപ്പടിക്കുമ്പോൾ ഇനി ആൾക്കാർ കോപ്പടിക്കാൻ വരുന്നത് പേടിച്ച് വെളിപ്പെടുത്തുന്നില്ല. ഞാൻ പറയണതൊക്കെ അതേപടി എല്ലാം അനുകരിക്കപ്പെടുക. അതിന് ഭയങ്കര സന്തോഷമാണ്. ഐ ആം വെരി ഹാപ്പി. നമ്മൾ തുടരാൻ വേണ്ടി നമ്മുടെ മാനിഫെസ്റ്റോനെ പോലെ ഇനി ഗ്യാരണ്ടി കൂടി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിലും നാട്ടുകാരുടെ ഇത്രയും 10 കൊല്ലമായി ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ TN പ്രതാപൻ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടി, അതിന്റെ അതേ തന്നെ ആവർത്തിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എനിക്കല്ലേ അതിന്റെ ക്രെഡിറ്റ്, എനിക്കല്ലേ അതിന്റെ സന്തോഷം. അത് തരട്ടെ. അതുകൊണ്ട് ഞാൻ അതിന്റെ എവിടെയാണ് തുടങ്ങാൻ പോകുന്നത് പറയുന്നില്ല. എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. ഞാൻ 10 മാസത്തിനുള്ളിൽ ഇവിടെ മദർ തെരേസ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നു. മരുന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് പറയണം. ഞാൻ ഇവിടെ പറയുന്നത് ഇന്ദിര ഫാർമസി ആരംഭിക്കും. മരുന്ന് നമ്മളൊക്കെ വീട്ടിൽ മരുന്ന് മേടിക്കണ്ടേ? മരുന്നിന് വില, ജീവനരക്ഷ മരുന്നിന് വില എന്ന് ആലോചിക്കുക. ശരിക്കും ഉൽപാദന കേന്ദ്രത്തിൽ 100 രൂപ ഉള്ള ഒരു മരുന്ന് അവസാന കാലത്ത് 2 കൊല്ലം ഞങ്ങൾക്കൊന്ന് MP ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ആർക്കും പറ്റിയില്ല. എന്റെ അയ്യന്തോളിലെ ചുങ്കത്തോളിലെ എന്റെ MP ഓഫീസ് ഒരു മെഡിക്കൽ ഷോപ്പായിരുന്നു. 64 ലക്ഷം രൂപയുടെ മരുന്ന് ഞാൻ സൗജന്യമായി കൊടുത്തു നാട്ടിലേക്ക്. ഞാനിപ്പോ ഇപ്പോഴേ സോറിറ്റാ ഡീറ്റെയിൽ പറഞ്ഞ നിങ്ങൾക്ക് സമയം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മുല്ലശ്ശേരി സെന്ററിൽ കടകൾ കയറി ഇറങ്ങുമ്പോൾ ഒരു ഷോപ്പിൽ ജോഷി എന്ന് പറഞ്ഞ ഒരാൾ എന്നെ പരിചയപ്പെട്ടു. എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ സോറി എനിക്ക് മുഖം പരിചയമില്ലേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാലത്ത് MP ഓഫീസിൽ നിന്ന് എനിക്ക് സ്ഥിരമായി മരുന്ന് തന്നിരുന്നു. എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ട് മരുന്ന് കിട്ടാൻ മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ 2 കൈയും കൂടി മുറുക്കി പിടിച്ച ആളെ 2 കണ്ണെന്ന് പറയുന്നത് ഞാൻ കാണാനിടയായി. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ 2 കൈയും പിടിച്ചിട്ട്
എനിക്കറിയില്ല ജോഷി ആരാണ്. ജോഷി കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP പാർട്ടി ഇല്ലാത്തവനോ ആരും അവന് മതമേത് സമുദായമേത് ഒന്നും അറിയില്ല. ജോഷി എന്ന് പേരറിയുള്ളൂ. അയാളെ എന്നെ വിളിച്ചു. അത് കൂടെ കടയിലുള്ള കടയിലെ സെയിൽസ്മാനാണ്. സ്ഥിരമായി മരുന്ന് കൊടുക്കും. 64 ലക്ഷം രൂപയുടെ മരുന്ന് സൗജന്യമായി കൊടുത്തത്. എനിക്കറിയാം എവിടെ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ തുടങ്ങാൻ വേണ്ടി വരും. എൻ്റെ കയ്യിൽ ആശയമുണ്ട്, എനിക്ക് എൻ്റെ റൂട്ട് അറിയാം, ആരെ സമീപിച്ച് കൊണ്ടുവരാൻ വേണ്ടി വരും. ഞാനിവിടെ ഇന്ദിര ഫാർമസി ആരംഭിക്കും. ഇവിടുത്തെ MLA ഞാനല്ല, ഇവിടുത്തെ MLA നേതൃത്വത്തിലുണ്ടാവും. ഇപ്പോൾ ഗവൺമെന്റ് ഫണ്ട് മാത്രമല്ല, CSR ഫണ്ട് ഉണ്ട്. എനിക്കൊരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ ഉള്ള ആളാണ് ഞാൻ. എൻ്റെ പേരിലല്ല, ഞാൻ പിന്നെ ചെയർമാൻ ആയിട്ടൊരു സ്നേഹപൂർവ്വം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന്റെ കീഴിൽ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണ് CSR ഫണ്ട് മേടിക്കുക? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാന CSR ഫണ്ട്, ബാങ്കുകളുടെ CSR ഫണ്ട്, ഇതെല്ലാം സ്വീകരിക്കാൻ വേണ്ടി വരും. ഒരു MLA പണി എന്താ? 6 കോടി രൂപ എനിക്ക് ഒരു MLA എല്ലാ കോലും ഗവൺമെന്റ് 6 കോടി, ആ റോഡ്, ഈ റോഡ്, ആ സ്കൂളിനെ കെട്ടിടം, അവിടേക്ക് ഒരു കമ്പ്യൂട്ടർ, പിന്നെ അവിടെ ബസ് സ്റ്റോപ്പ്, ഇവിടെ ഹൈമാസ് ലൈറ്റ്, ഇവിടെ മിനിമാസ് ലൈറ്റ്, ഇതൊക്കെ മാത്രമാണ് MLA. അത് MLA വേണ്ട, ഏത് പോലീസുകാരും ചെയ്യാൻ വേണ്ടി പറ്റും. MLA ആവശ്യമൊന്നുമില്ല. MLA ഇനിഷ്യേറ്റീവ് എടുക്കണം, MLA മനസ്സിൽ ആശയം ഉണ്ടാകണം, MLA ആശയം നടപ്പിലാക്കണം എന്ന ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിനനുസരിച്ച് നേരത്തെ ചോദ്യം ചോദിച്ച പോലെ ഗവൺമെന്റ് ഫണ്ട് ഇല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം MLA മനസ്സിലുണ്ടാവണം. അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്ര നടത്തണം, അന്വേഷിക്കണം. എനിക്ക് ഈ 20 കൊല്ലം പാർലമെന്റേറിയനായി പ്രവർത്തിച്ച 20 കൊല്ലത്തെ എക്സ്പീരിയൻസും 7 കൊല്ലം ലോക്കൽ ബോഡി ജനപ്രതിനിധി പ്രവർത്തിച്ച 27 കൊല്ലക്കാലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ച എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഈ കാലത്ത് ചെറിയ കാര്യമാണെന്ന് എനിക്ക് നിങ്ങൾക്ക് തോന്നാനായിട്ടുണ്ടാവില്ല. എനിക്കത് വലിയ അനുഭവം തന്നെ. ഞാൻ ആ കാര്യത്തിലൊരു വേൾഡ് ബാങ്ക് എന്തിനാ ഇരിക്കണേ? ഈ നബാർഡും വേൾഡ് ബാങ്കും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ എന്തിനാ ഇരിക്കുന്നത്? അവര് പോയി മുട്ടണം, സമീപിക്കണം. അതിന് മുട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം പറയണം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പോയി രാഷ്ട്രീയം പ്രസംഗിച്ച് നടക്കാനല്ല വേണ്ടത്. രാഷ്ട്രീയം പറയുന്നിടത്ത് മാത്രം പറയുകയും ജനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളെടുത്ത് പറയണം. എനിക്കത് കാഴ്ചപ്പാടുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാസികളുണ്ട്, അവരുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉള്ളവരുണ്ട്. ഞങ്ങളോട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യണമെന്ന് ഇന്ന് വരെ ഒരാളും ഈ മണ്ഡലവും നിയമത്തിൽ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവരോട് സംസാരിച്ചു, ഞാനൊരു അവസരം തന്നാൽ നിങ്ങൾ പ്രയോജനപ്പെടുത്താം. യെസ്, അവർ അഗ്രി ചെയ്തു. MBA കഴിഞ്ഞ, MCA കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ, PG കഴിഞ്ഞ ഉൾപ്പെടെ കുട്ടികളുണ്ട്. അവർക്ക് പലർക്കും എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരു ഫെസിലിറ്റിയും അവർക്കില്ല. ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കി ഒരു സ്റ്റാർട്ടപ്പ് പാർക്ക് ഉണ്ടാക്കിയാൽ പറ്റും. ഞാൻ അത് കുറച്ച് പേരോട് സംസാരിച്ചു. നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ടപ്പ് പാർക്കിന് വേണ്ടി ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്താൽ, സ്റ്റാർട്ടപ്പ് പാർക്കിന് സെൻട്രൽ അസിസ്റ്റൻസ് ഉണ്ട്. സെൻട്രൽ അസിസ്റ്റൻസ് ഒരു CEO വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി സമീപിക്കണ്ടേ? ഞാനിത് തയ്യാറാക്കുമ്പോൾ ഞാൻ അവരൊക്കെ പോയി ബന്ധപ്പെട്ടു. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. MLA ആവുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അവരൊക്കെ ബന്ധപ്പെട്ടു, സംസാരിച്ചു. ഉണ്ണി, പ്രവാസികളായ ഈ മണ്ണൂർക്കാരും ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മിഷനും കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ഞാൻ ഇന്ററാക്ഷൻ എന്റെ സ്വന്തം, കാരണം ഞാൻ MP എന്ന ആളാണ്, MLA എന്ന ആളാണ്. എനിക്കൊരു അതിനകത്ത് അതുകൊണ്ടൊരു സേ ഉണ്ട്, എവിടെ ചെല്ലാന്ന് സേ ഉണ്ട്. ഏത് IAS അടുത്തും ചെല്ലുമ്പോൾ ഒരു സെക്കൻഡ് അവർ കഴിഞ്ഞിട്ട് തരും. ഞാൻ അത് വെച്ച് പഠിച്ചു. പ്രവാസി മലയാളികളുടെ സഹായത്തോടും അവരുടെ സംരംഭ പിന്തുണയോടും കൂടി ഇവിടെ രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിലെ ഏറ്റവും ടെക്നോളജി കൊണ്ടുവന്ന ആള്. അദ്ദേഹം നാമത്തെ ഒരു സ്റ്റാർട്ടപ്പ് പാർക്ക് ഉണ്ടാക്കും. നമ്മുടെ നിയമത്തിൽ ഒരു 4 കുട്ടി ചേർന്ന്, 4 യുവാവ് ചേർന്ന്, 2 യുവാവ്, 10 യുവാവ് ചേർന്ന് ഞങ്ങൾ ഇന്നൊരു സ്റ്റാർട്ടപ്പ് സ്പേസ് തരാം, നിങ്ങൾക്ക് വൈദ്യുതി തരാം, നിങ്ങൾക്ക് വെള്ളം തരാം, സ്പേസ് തരാം, വൈദ്യുതി തരാം, വെള്ളം തരാം, റെഡി ആക്കിയോ? പൈസ ഉണ്ടാവില്ല, നിങ്ങൾ അതിനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് സൗകര്യം ചെയ്തു തരാം. ഇതാണ് ഉണ്ണി രാജീവ് ഗാന്ധി സ്റ്റാർട്ടപ്പ് പാർക്ക്. കോളേജ് പോലും മണ്ണൂരിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ചയിൽ പഞ്ചായത്ത് മണ്ണൂർക്ക് വന്നപ്പോഴാണ് ഒരു റെഗുലറായിട്ടുള്ള എയ്ഡഡ് പാക്കേജിൽ ഒരു കോളേജ് മണ്ണൂരിൽ ഉണ്ടായിരുന്നു. ജോഷി എന്താ പ്രശ്നം അറിയാം? നമ്മൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ളത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു കാര്യം ഡിസിഷൻ എടുത്തിരുന്നു. പിന്നെ കോളേജുകളില്ലാത്ത കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒരു ഗവൺമെന്റ് കോളേജ് പ്രഖ്യാപിച്ചത്. അങ്ങനെ എല്ലാത്തോടത്തും വന്നു. നമുക്ക് ഈ ശ്രീകൃഷ്ണ കോളേജിനോട് പുതിയൊരു ഗവൺമെന്റ് കോളേജിന്റെ ഒരു സാധ്യത, ഗവൺമെന്റ് കോളേജിൽ ലാൻഡ് വേണം. ലാൻഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ കോഴ്സ് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. കുട്ടികളുടെ എണ്ണം കുറയാണ് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സിന്. ആ കുട്ടികൾ ഇപ്പോൾ കൂടുതൽ പോകുന്നത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കാണ്.
അതിന്റെ ഒരു ചുവടുവെപ്പാണ്, ആദ്യത്തെ ചുവടുവെപ്പാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ 10 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്കിന്റെയും പരിശീലനം കൊടുക്കുന്ന ലാബ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലാബ്, 800 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ലാബ് ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് ഞാൻ പഠിക്കും എന്താണ് വേറെ ഇതിന് ചെയ്യാൻ വേണ്ടി പറ്റും. വെറുതെ ഞാൻ നിങ്ങളോട് ഇപ്പൊ ജോഷി പഠിക്കാൻ പെട്ടെന്ന് ഞാൻ എന്ത് ഏറ്റെടുത്തു 1 മുതലായത് തന്നെ ഞാൻ ഇത് മാക്സിമം പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ഇത് ഞാൻ ശ്രമിക്കും. ഈ ചോദ്യം മനസ്സിലായില്ല. സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ. ഓ പിന്നെ അത് വേറെ ഇത് വേറെ. അത് ഇൻഷുറൻസ്, ചികിത്സാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സ്കീമാണ്. ഇതല്ലല്ലോ, ഇത് ഡയാലിസിസ് ചെയ്യുന്നത് വേറെയാണ്. അത് രണ്ട് മറ്റേ നിലവിലുള്ള ആശുപത്രികൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കാർഡ് വരും. ആ ഇൻഷുറൻസ് കാർഡ് കൊടുത്ത് പിന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാണ്. അതുപോലെ തന്നെ ഈ അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പാലം 5.5 കോടിയുടെ അതൊന്നായില്ല. അതുപോലെ തന്നെ അവിടെ 26 പയ്യൂർമാർ അത് ഒറ്റപ്പെട്ടാണ്. അതിപ്പോ കോടതി നമ്മുടെ ഡിഗ്രിയാണ്. അത് വെങ്കടന പഞ്ചായത്തിന്റെ നമ്മുടെ ഇവിടേക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബൃഹത്തായ ഒരു ആശയമാണ് കോലുമാട് ശുദ്ധജല പദ്ധതി. സുനിൽ പറഞ്ഞ കറക്റ്റാണ്. പി എ മാധവേട്ടൻ MLA ആയിരിക്കുമ്പോഴാണ് അത് ആദ്യമായി ബഡ്ജറ്റിൽ അതിനു വേണ്ടിയുള്ള ഹെഡ് വരുന്നത്. ബഡ്ജറ്റ് സ്പീച്ചിൽ ഞാനന്ന് കൊടുങ്ങല്ലൂർ MLA ആണ്. ബഡ്ജറ്റ് സ്പീച്ചിൽ അത് അന്ന് വന്നതും അതാണ്. മാധവേട്ടൻ MLA സ്ഥാനം മാറിയിട്ട് ഇപ്പോൾ കൊല്ലം 10 കഴിഞ്ഞു. ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഹയർ ലെവൽ സ്റ്റഡി, ടെക്നിക്കൽ സ്റ്റഡി വീണ്ടും നടത്തി ഏത് രീതിയിലാണ് കോലുമാട് ശുദ്ധജല പദ്ധതി ഇന്നത്തെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റുക. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ജൽജീവൻ പദ്ധതി പ്രകാരം പിന്നെ ഒരുപാട് കോടി, ഞാൻ മണലൂർ നിയമത്തിൽ ഞാൻ കണക്കെടുത്തപ്പോൾ കോടി പറഞ്ഞു 600 ചില കോടി അങ്ങോട്ട് ലോക്കൽ ബോഡി അങ്ങനെ വന്ന ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പുകൾ കിട്ടുന്നല്ലാതെ ഇതുവരെയായിട്ട് വെള്ളത്തിന്റെ സ്രോതസ് വന്നില്ല. അതിനെക്കുറിച്ച് ഒന്നും കൂടി ശാസ്ത്രീയമായി പഠിച്ച് കോലുമാട് ശുദ്ധജല വിതരണ പദ്ധതിയും നിലവിലിട്ട ജൽജീവൻ പദ്ധതികളിലൂടെ പൈപ്പിലൂടെ വെള്ളം കൊടുക്കാനുള്ള മാർഗവും കൂടി അതിനുവേണ്ടി ഒരു സ്കീം ഞാൻ ഇതിലുണ്ട്. 1,68,00,000 രൂപ എനിക്ക് സമ്മാനമായിട്ട് തന്നു. പറഞ്ഞ മനസ്സിലായ ചെലവഴിക്കാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന ആളല്ല. മണലൂർ നിയോജക മണ്ഡലത്തിൽ കേട്ടോ MP ഫണ്ടിൽ നിന്നും മണലൂർ നിയോജക മണ്ഡലത്തിൽ 3,24,00,000 രൂപ ചെലവഴിച്ചു. എങ്ങനെ 3 കൊല്ലം കൊണ്ടേ ആണെന്ന് ഓർക്കണേ. അതുകൂടാതെ MP മുഖാന്തരം നടപ്പിലാക്കുന്ന പ്രൈം മിനിസ്റ്റർ ഗ്രാമീണ സടക്ക് യോജന പ്രകാരം ഉള്ള ഫണ്ടിൽ നിന്നും ഇത് കണ്ട എന്റെ കർണാടക വേറെ 6 ലക്ഷം രൂപ. അങ്ങനെ ആകെ 8,60,00,000 രൂപ MP എന്ന നിലയിൽ ഇവിടെ നടപ്പിലാക്കി. ഓരോ പഞ്ചായത്ത് തിരിച്ച് വേണമെങ്കിൽ പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്തിന് 1,25,00,000, അരിമ്പൂർ പഞ്ചായത്തിന് എല്ലാം കൂടി 3,44,00,000. ഇത് നോണ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പോയിട്ട് തൃശ്ശൂർ കളക്ടറിൽ പോയി MP LADയുടെ സെക്ഷനിൽ പോയി ചോദിച്ചാൽ വിവരാവകാശ പ്രകാരം കിട്ടും. ഈ സാധനം ഞാൻ നിങ്ങൾക്ക് പ്രിന്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഇതൊക്കെ ഡോക്യുമെന്റ് ആണ്. ഒറ്റ കാര്യം കൂടി ഉള്ളൂ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. എന്ത് പറ്റി കറണ്ട് പോയാൽ
ഒറ്റ കാര്യമുള്ളൂ. എൻ്റെ മുൻഗാമി മുഴുവൻ പണം ചെലവഴിക്കേണ്ട 2 ചില്ലം കോടി എനിക്ക് തന്നു. ഞാൻ ചെലവഴിക്കേണ്ടി വന്നു. ആ പൈസ ഞാൻ ചെലവഴിച്ചു കേട്ടോ. എനിക്ക് കിട്ടിയ പൈസ ചെലവഴിച്ചു. ഈ പൈസ ഞാൻ ചെലവഴിച്ചു. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, എൻ്റെ മുൻഗാമികളും ഇവിടെ എത്ര പൈസ ചെലവഴിച്ചു MP ഞാൻ കുറ്റപ്പെടുത്തരുത്. മാത്രമല്ലോ. വെരി ഗുഡ്. നമുക്ക് അതിനെ സ്വാഗതം ചെയ്യാമോ? ഏതവട്ടെ എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ ഏറ്റവും ജ്യേഷ്ഠനാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ്, എനിക്ക് ബഹുമാനമുള്ള ആള്. ഒരു ഏതവട്ടോട് എന്നും ആ ബന്ധം, ഇന്നും ആ ബന്ധം. ഇപ്പോഴും കഴിഞ്ഞ ദിവസം മിനിയാന്നും കൂടി മരിച്ചു കൊടുത്ത് വെച്ചിട്ട് എന്നെ കണ്ടപ്പോൾ വണ്ടി നിർത്തി ഞാൻ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോയത്. ഞാൻ എല്ലാവരും സുഹൃത്താണ്. മുരളി പെരുന്നല്ലി എൻ്റെ സുഹൃത്താണ്, ഏതവട്ട എൻ്റെ സുഹൃത്താണ്. എല്ലാവരും നമുക്ക് രാഷ്ട്രീയത വേറെ. രവീന്ദ്ര മാഷ് ആത്മസുഹൃത്താണ്. അനീഷ് കുമാർ എൻ്റെ സുഹൃത്താണ്. എനിക്ക് സൗഹൃദങ്ങൾക്ക് ഒരു പിശുക്കും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏളവള്ളി മാത്രം 2,69,00,000. ഇതൊരു ജിയോ അന്ന് LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആ ജിയോ LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഏളെ കാണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ജിയോ അന്നും പറയാറുണ്ട്. ഇപ്പൊ ഇതിനെ ചോദിച്ചതിന് ക്ഷമിക്കില്ല. ഇപ്പൊ ജിയോ നമ്മുടെ ഹാർട്ടാണ്. ഏനാമാവ് ബന്ധറോഡ് കൊല്ലങ്ങളായി കുണ്ടുമുഴിയൊക്കെ എടുക്കായിരുന്നു. ആരും ഇറിഗേഷന്റെ കയ്യിലായിരുന്നത്. ഇറിഗേഷൻ ഫണ്ട് കൊടുക്കാലോ. അവസാനം ആരും കൊടുക്കലാണെങ്കിൽ നാട്ടുകാരെല്ലാം ഞാൻ അതിൽ പോകുമ്പോൾ എന്നോട് ഇങ്ങനെ കാണിക്കും. അപ്പുറത്ത് കടക്കാരും ആൾക്കാരും ഇങ്ങനെ കാണിക്കും. കണ്ടില്ല എന്ന് പോയി. ഞാൻ ഇറിഗേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ്, എൻ്റെ സെൻട്രൽ ഗവൺമെന്റ് അല്ല. പക്ഷെ അവസാനം ഞാൻ എൻ്റെ MP ഫണ്ട് കൊടുത്തിട്ട് ആ റോഡ് ടാർ ചെയ്തത്. അതുകൊണ്ട് ഒരു പൈസ ബാക്കിയില്ല MP ഫണ്ടിൽ നിന്ന്. ഇനി എനിക്ക് ശേഷം വന്ന എൻ്റെ പിൻഗാമിയായിട്ട് വന്ന സുരേഷ് ഗോപിക്ക് ഞാൻ നടപ്പിലാക്കാതെ ബാലൻസ് ആക്കി വെച്ചിട്ട് ഒരു പൈസയും പുള്ളിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ മുൻഗാമികൾ എന്ന് എനിക്ക് 2 ചില്ലം കോടി കിട്ടി. അപ്പോൾ വെറുതെ ഇരുന്നിട്ടില്ലെന്നുള്ള കാര്യം, നിങ്ങൾ നല്ല ഐക്യമുള്ളവരല്ലേ, നല്ല കോമൺ സെൻസ് ഉള്ളവരല്ലേ, മാധ്യമ പ്രവർത്തകരല്ലേ, എന്നെക്കാട്ടും നല്ല ദീർഘവീക്ഷണമുള്ളവരും കാഴ്ചപ്പാടുള്ളവരല്ലേ. നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുക. ഈ കോൾ കാർഷിക മേഖലയിലെ ഒരുപാട് കാര്യങ്ങൾക്ക് പൂർത്തീകരിച്ച കർഷകർക്ക് വളരെ ഉപകാരമുള്ള സാധനമാണ്. ജോഷി, മണലൂർ നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ പുതിയ പ്രഖ്യാപനം. മണലൂർ നിയോജക മണ്ഡലത്തിലെ കോൾ പടവുകളിലെ പടവ് കമ്മിറ്റികളുടെ ആളുകളുടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഗ്രാമസഭ ചേരും. സ്പെഷ്യൽ ഗ്രാമസഭ, കർഷക സഭ. മണലൂർ നിയോജക മണ്ഡലത്തിലെ നെൽകൃഷിക്കാരുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കർഷക സഭ 6 മാസത്തിനുള്ളിൽ ഞാൻ MLA ആയി വിളിക്കും. ആ കർഷക സഭയിൽ നിന്ന് അവര് ഇന്ന് വീഴ്ചയായി കിടക്കുന്നതും എസൻഷ്യലായി അവർക്ക് വേണ്ടതുമായ സ്കീം എന്താണോ ആ സ്കീം അവർ നിർദ്ദേശിക്കുന്ന പ്രായോഗികമായ സ്കീം ഞാൻ സ്വീകരിക്കും. മുടങ്ങിക്കിടക്കുന്നത് തിരിച്ചെടുക്കും. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി MLA ഫണ്ട് മാത്രമല്ല, വേറെ നബാർഡിന്റെ പണം കൊണ്ടൊരു KLDC എന്ന് പറഞ്ഞ സാധനമുണ്ട്. കേരള കോൾ ലാൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ, KLDC ഉപയോഗിക്കും. അതുകൊണ്ടുവരും. കണ്ടിരുന്നു ജോഷി, എന്നെ കൂടി ഉണ്ടാവുമല്ലോ. ആ മേഖല പുല്ലശ്ശേരി പാർട്ടി പഞ്ചായത്തുകളൊക്കെ ഈ തീരദേശങ്ങളിൽ മുഴുവൻ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പുഴയിലും മണ്ണ് വന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പദ്ധതി ബുദ്ധിമുട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാവുന്ന രീതിയിൽ നിലവിലുള്ള പുഴയുടെ തീരത്തോടെ നാട്ടിൽ ചേർക്കുന്നുണ്ടോ? അങ്ങനെ റോഡ് വരികയാണെങ്കിൽ റോഡ് ഭീഷണി തടയാൻ പറ്റും, കയ്യേറ്റം തടയാൻ പറ്റും, ടൂറിസം ബിജു ചേറ്റുവ കണ്ടില്ലേ? ചേറ്റുവ പാലത്തിനോട് തന്നെ പുഴയോർത്ത് കൂടെ വന്നിട്ട് നേരെ പാടൂര് പാലത്തിനോട് മുട്ടിയത്. വരും. അന്ന് ചേറ്റുവ നാട്ടിക, ഇനി മണലൂര് കാത്തിരിക്കും, അത് വരും. പിന്നെ
നിങ്ങൾ ഒരു കാര്യം ചോദിക്കുന്നത് ഞാൻ പ്രവേശിച്ചിട്ട് ആദ്യം അവസാനിക്കാൻ വളരെ കാര്യം ചോദിക്കുന്നില്ല. എന്താ നിങ്ങൾ ഈ പെരിങ്ങാട്ട് ഇഷ്യൂ ചോദിക്കാത്തത്? പെരിങ്ങാട് പൊളിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ചോദിക്കാത്തത്? ഞാൻ നിങ്ങളൊന്നും കൂടി ചോദിക്കുന്നത് ഭയങ്കര പ്രതീക്ഷ കത്തിക്കുക. അത് നോക്കിയ പെരിങ്ങാടിന് ഫ്രീഡം കൊടുക്കും. മണലൂരിൽ നിന്നും ഈ ഞാൻ നിയമസഭ അംഗമായി തിരുവനന്തപുരത്ത് വന്ന് ആദ്യത്തെ ക്യാബിനറ്റ് കഴിയുന്നതോടുകൂടി ഈ പെരിങ്ങാട് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഇല്ലാത്തത് അടിച്ചേൽപ്പിക്കും. ഞാൻ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. എന്റെ പേര് ഇങ്ങനെ ഗ്രീൻ MLA എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ ഇത് പരിസ്ഥിതിക്ക് വേണ്ടിയല്ല. എല്ലായിടത്തും ഫോറസ്റ്റ് എടുത്തു. അവിടെ ഫോറസ്റ്റ് എടുത്തതിന് പകരം ഈ പുഴയോരത്ത് കൊണ്ടുവന്നിട്ട് ഇത് റിസർവ് ആനാക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. അത് പിന്നെ റദ്ദാക്കും. ഭീകരനായിട്ടുള്ള കേസി ഇന്ന് പെൺമ ഉദ്ഘാടനം സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവിടെ നിന്ന് ജയിച്ചു വരികയും 100-അധികം സീറ്റ് കിട്ടി മുന്നോട്ട് പോയാൽ സ്പീക്കറുടെ വലതുഭാഗത്ത് ഇരിക്കുന്ന സീറ്റായിരിക്കും തിരുവനന്തപുരം കൊടുക്കാൻ. നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ എത്തിച്ചേർന്ന സമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏതാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യം അനുസരിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് ആമുഖമായി പറയുകയാണ്. ഗുരുവായൂർ എന്ന് പറയുന്നത് അന്തർദേശീയമായി അറിയപ്പെടുന്ന, ഒരുപക്ഷെ കേരളത്തിലെ ശബരിമലയോടൊപ്പം അന്തർദേശീയമായി അറിയപ്പെടുന്ന സ്ഥലമാണ് ഗുരുവായൂർ. ഈ ഗുരുവായൂരിൽ സാധാരണ ഭക്തജനങ്ങളടക്കം ഈ നാട്ടിലെ നിവാസികൾ, ഈ ഗുരുവായൂരിൽ താമസിക്കുന്ന ആളുകൾ, അവർക്ക് കുടിവെള്ളം കൊടുക്കേണ്ട ചുമതല ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്, ഇവിടുത്തെ MLAക്കുണ്ട്. ഇവിടുത്തെ ഈ ഗുരുവായൂരിൽ താമസിക്കുന്ന ജനങ്ങളുടെ വീട്ടിൽ കുടിവെള്ളം, കിണറ്റിനുള്ളിൽ കുടിവെള്ളം ഉണ്ടോ? കുടിക്കാൻ കഴിയുന്ന കുടിവെള്ളം കിണറ്റിലുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളോടും ചോദിക്കുന്നു, 2 മുന്നണികളോടും ചോദിക്കുന്നു, ഇവിടുത്തെ കിണറ്റിലെ, ഈ ടൗണിലെ കിണറ്റിലെ, ഗുരുവായൂർ നഗരത്തിലെ കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ ഇവിടുത്തെ MLAമാർക്കോ ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങളോ തയ്യാറാണോ? ഒരു നാട്ടിൽ നിരവധി വർഷം MLA ആയി, ആ നാട്ടിൽ നിരവധി വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ കുടിവെള്ളം കൊടുക്കുക എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഇവിടുത്തെ MLAയോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ MLAയോടും ഇതിനു മുമ്പുണ്ടായിരുന്ന MLAയുടെ പാർട്ടിയോടും ചോദിക്കുകയാണ്, ഇതാണോ കുടിക്കേണ്ടത്? ഈ വെള്ളമാണോ കുടിക്കേണ്ടത്? പറ. ഒരു കിണറ്റിൽ നിന്ന് ഞാൻ ഊരിയെടുത്ത ഒരു സാധാരണ കുടുംബത്തിലെ, ഇവിടുത്തെ ഈ നഗരത്തിനുള്ളിലുള്ള ഒരു വീട്ടിലെ കിണറ്റിൽ നിന്ന് ഞാൻ എടുത്ത വെള്ളമാണിത്. ഇനി ഈ റിപ്പോർട്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗുരുവായൂർ എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ബാക്ടീരിയ നിറഞ്ഞ ഇവിടുത്തെ വീടുകളിലെ ഏതാണ്ട് 10-25 വീടുകളിലെ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ വീടുകളിൽ ബാക്ടീരിയ നിറഞ്ഞിട്ടുള്ള കുടിവെള്ളമാണ് ഉള്ളത് എന്നുള്ളതിന്റെ റെക്കോർഡാണ്
നിങ്ങളുടെ അടുത്ത് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് ഈശ്വരി സൂര്യ മാധവൻ. നോക്കൂ നിങ്ങൾ, ഇത് BJP-ക്കാരുണ്ടാക്കിയതല്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. നിഷേധിക്കാൻ പറ്റുമോ റിപ്പോർട്ട്? മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് തൃശൂർ കളക്ടറോട് ആവശ്യപ്പെട്ട വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏറ്റവും മാരകമായ പ്രശ്നമാണ് ഇത്. കുടിവെള്ളം കൊടുക്കാത്തവർക്ക് വോട്ട് കൊടുക്കണോ? ഒരു ദേശത്തിലെ, ഒരു സമാജത്തിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ബാക്ടീരിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും മാലിന്യങ്ങൾ തോട്ടിലേക്ക് തുറന്നുവിട്ട് അത് സംസ്കരിക്കാതെ, അത് സംസ്കരണം നടത്താതെ ഈ വഴിക്ക് പോയി വീടുകളിൽ മുഴുവൻ കയറുകയാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ചാവക്കാട് 50 ലക്ഷവും അതുപോലെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ചാവക്കാട് ടൗണിൽ കടപ്പുറത്ത് ഞാൻ ഇന്നലെ പോയപ്പോ ദ്വാരക ബീച്ചിൽ എഴുതി വച്ചിരിക്കുന്നു കുടിവെള്ള പദ്ധതി. നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള കുടിവെള്ള പദ്ധതി. ടാപ്പ് തുറന്നാൽ വായുവാണ്, വെള്ളമില്ല. പട്ടി വെച്ച് കിടക്കാണ് അതിനുള്ളിൽ. എവിടെ MLA? എവിടെയാണ് ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ വ്യവസ്ഥ? ഏങ്ങണ്ടൂരിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഉപ്പുവെള്ളം കിട്ടുക. ഞങ്ങള് ഉപ്പുവെള്ളത്തിനെതിരെ, സാധാരണക്കാരന് കുടിക്കാൻ കിട്ടുന്ന വെള്ളം ഉപ്പുവെള്ളമായതുകൊണ്ട് ഒരു ദണ്ഡി മാർച്ച്, സിംബോളിക്കലായിട്ടുള്ള കുടിവെള്ളമില്ലാത്തതിന്റെ, ഉപ്പുവെള്ളം കയറുന്നതിന് എതിരായിട്ടുള്ള ഒരു ദണ്ഡി മാർച്ച് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കുടിവെള്ളത്തിനും ഉപ്പുവെള്ളത്തിനുമെതിരെ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വെക്കാൻ പോവുകയാണ്. അതിന്റെ തീരുമാനവും ഡേറ്റും പിന്നീട് ചുമതലപ്പെട്ടവരെ അറിയിക്കും. അപ്പൊ കുടിവെള്ളമില്ലാത്ത വീടുകളിൽ മുഴുവൻ ബാക്ടീരിയയോട് കൂടിയിട്ട്, വീടുകളിൽ മുഴുവനും ദുർഗന്ധം വമിക്കുന്ന, മൂക്കു പൊത്താതെ ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ല എന്നാ? ഇത്രയും കാലം ജയിച്ചു പോകുന്നവർക്ക് എന്താ പരിപാടി? ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാ അന്തർദേശീയ തീർത്ഥാടനം. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പലപ്പോഴും ഇടതും വലതും നിർത്തിയിട്ടുള്ളത്. ഈ തീർത്ഥാടന കേന്ദ്രത്തോട് യാതൊരു താല്പര്യമില്ലാത്തവരാണ്. ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, അത് ഏങ്ങണ്ടിയൂരായാലും ശരി, അത് വടക്കേക്കാടായാലും ശരി, അത് പുന്നയൂരായാലും ശരി, അത് കടപ്പുറമായാലും ശരി, അത് ചാവക്കാടായാലും ശരി, കുടിവെള്ളം കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇനി ഞാൻ മറ്റു 2-3 കാര്യങ്ങളോട് സൂചിപ്പിക്കാം. വടക്കേക്കാട്, അതുപോലെ തന്നെ പുന്നയൂര്, അതുപോലെ പുന്നയൂർക്കുളം, വടക്കേക്കാട് ഒരു ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, വലിയ കെട്ടിടം, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയ കെട്ടിടം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കണേ, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് കൊടുക്കുന്ന പണം? കേന്ദ്ര സർക്കാരിന്റെ പണമാണ്, നരേന്ദ്രമോദി കൊടുക്കുന്ന പണമാണ്, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്ന പണമാണ്, ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്ന പണമാണ്, ആരോഗ്യ മേഖലയിൽ വികസനം ഉണ്ടാക്കാൻ കൊടുക്കുന്ന പണമാണ്. എന്തേ ഉദ്ഘാടനം ചെയ്യുന്നില്ല? എന്തേ കാരണം? എന്നിട്ട് ഉദ്ഘാടനം ചെയ്തില്ല എന്ന് മാത്രമല്ല, ലക്ഷങ്ങൾ കൊടുത്തു പണിഞ്ഞ സാധനം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അല്ലെ, ഒരു മര്യാദയില്ലപ്പാ. അടുത്തത് പുന്നയൂർ പഞ്ചായത്ത്, പുന്നയൂര് എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്. ആ പുന്നയൂർ പഞ്ചായത്തില് ക്രിമോട്ടോറിയം ഉണ്ട്, ശ്മശാനം, ലക്ഷങ്ങൾ കൊടുത്ത് പണിഞ്ഞ ശ്മശാനം, 1,50,00,000. അതിനകത്ത് ആകെ ബോഡി വെച്ചത് 12. ഇവിടുത്തെ പത്രമാധ്യമങ്ങളോടൊന്നും ഞാനിത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. 12 ബോഡി വർക്കില്ല, കിടക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇനി ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, ഈ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ
സർക്കാരിലെ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ മാലിന്യമാണ് ഈ എം പി രാജേഷ്. എം പി രാജേഷ് എന്ന് പറയുന്ന മന്ത്രി അയാളൊരു മാലിന്യമാണ് വാസ്തവത്തിൽ. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? എം പി രാജേഷ് പ്രഖ്യാപിച്ചു ചൂൽപ്പുറം എം പി രാജേഷിന്റെ മാതൃകാ പദ്ധതി. എം പി രാജേഷിന്റെ മാതൃകാ പദ്ധതി ചൂൽപ്പുറം മാലിന്യ സംസ്കരണം. എന്താ ചെയ്തത്? ആളുകളെ പറ്റിക്കല്ലേ. ഞാൻ മനസ്സിലാക്കിയത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളൂ, ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. ആ മാലിന്യ കൂമ്പാരത്തിന്റെ മുകളിൽ മണ്ണിട്ടു, അടിയിൽ മുഴുവൻ മാലിന്യം, മുകളിൽ മണ്ണിട്ടു. 3 പ്രാവശ്യം സമരം ചെയ്ത ആളാണ്, നിരാഹാരമിരുന്ന ആളാണ് ദാ ഈ അനില്. ഇവിടുത്തെ BJP പ്രവർത്തകരുടെ പോരാട്ടം വടക്കേക്കാട് ശ്മശാനത്തിനെതിരായിട്ട്, അത് അവിടെ പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്യാത്തതിനെതിരായിട്ട്, കമ്മ്യൂണിറ്റി സെന്ററിൽ ഉദ്ഘാടനം ചെയ്തതിനായിട്ട് സമരം ചെയ്ത ആളാണ് ഈ ഇരിക്കുന്ന ആള്, ദയാനന്ദൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എം പി രാജേഷിന്റെ മാതൃക മാലിന്യ സംസ്കരണം, മോളി പൂന്തോട്ടം, അടിയിൽ മാലിന്യം നാട്ടിലെ ജനങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. മോളിൽ മണ്ണിട്ട അടിയിൽ കൃത്യമാവോ കാര്യങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മാലിന്യമാണ് എം പി രാജേഷ്. ഇതാണോ മാതൃകാ മാലിന്യ സംസ്കരണം? ഇതിനെയാണോ മാതൃകാ സംസ്കരണമായിട്ട് നിങ്ങൾ കാണുന്നത്? നിരവധി കാര്യങ്ങൾ ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തില് 32 ആന ചെരിഞ്ഞു. എന്താ കാരണം? അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു MLA, മുൻ MLA, ഇപ്പോഴത്തെ MLA, ഭരണ സംവിധാനം 32 ആന ചെരിഞ്ഞതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചന്ദനത്തിൽ കളവ്, വെള്ളിപ്പാത്രത്തിൽ കളവ്, കുങ്കുമത്തിൽ കളവ്, ആനക്കൊമ്പിൽ കളവ്, ശർക്കരയിൽ കളവ്, ഓഡിറ്റ് റിപ്പോർട്ടാ. അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു MLA കാര്യം അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ ഒരു MLA കാര്യം അന്വേഷിക്കണോ വേണ്ടയോ? പറ. എന്തുകൊണ്ട് MLA അന്വേഷിക്കുന്നില്ല? നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അത് അന്വേഷിക്കാൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതൊക്കെ അന്വേഷിക്കും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം കൂടി കൃത്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുക. ചാവക്കാട് കൗൺസിലറായിരുന്നു തൃശ്ശൂരിലെ ഏറ്റവും പേര് കേട്ട, തൃശ്ശൂരിലെ ഏറ്റവും നല്ല CPMന്റെ സെക്രട്ടറി ആയിട്ടുള്ള, ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുള്ള, അവിടെ കൗൺസിലറായിരുന്ന, ഈ ഗുരുവായൂർ ഗുരുവായൂരുമായിട്ട് വളരെ അടുത്തുള്ള, ഗുരുവായൂരിൽ പാർട്ടിയെ വളർത്തിയ ബേബി ജോൺ മാഷി നാട്ടിലില്ലേ? ആ ബേബി ജോൺ മാഷെ എന്തേ ഇവിടെ MLA ആക്കാതിരുന്നത്? എന്തേ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെന്ന്. തൃത്താലേക്ക് എന്തിനാ പോയ ഒരു ചങ്ങാതി ഇവിടുന്ന്? അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? ഗുരുവായൂർ ഒഴിവാക്കി പോവാണെന്ന് തൃത്താലേക്ക്. ഞങ്ങളുടെ ഒരാൾ പോയി ചോദിച്ചു, ബന്ധപ്പെട്ട ആള്, അവിടെ എനിക്ക് സീറ്റ് കിട്ടില്ല എന്നാ. അതെന്താ കാരണം? എന്നിട്ട് തൃത്താലെ പോയി. ഗീതനെന്ന് 2 പ്രാവശ്യം മുനിസിപ്പൽ ചെയർമാനായ കൃഷ്ണദാസ് ഇല്ലേ CPMന്റെ, എന്തേ ഗുരുവായൂരിൽ സീറ്റ് കൊടുക്കാത്തത്? വളരെ കൃത്യമാണ് ചില അജണ്ടകൾ. ഈ അജണ്ടകൾ ഉയർത്തി കാണിക്കാൻ ഞങ്ങൾ എന്നും തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ നാളെയും തയ്യാറാവും. ഈ അജണ്ടകൾ ഉയർത്തി കാണിക്കുക തന്നെ വേണം. ചില കാര്യങ്ങൾ ചിലർ പറയുന്നത് ശരി, ചില കാര്യങ്ങൾ ചിലത് ചെയ്യുന്നത് ശരി. വേറെ ആളുകൾ മിണ്ടാൻ പാടില്ല, വേറെ ആളുകൾ പറയാൻ പാടില്ല. ഈ സമീപനത്തോട് യോജിക്കാൻ സാധ്യമല്ല. ഗുരുവായൂർ ക്ഷേത്രം അന്തർദേശീയ തലത്തിൽ പരിപാവനമായ ഈ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി അനുസരിച്ച്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയാണ് ഈ ഗുരുവായൂർ മണ്ഡലത്തിന്റെ ആവാസ വ്യവസ്ഥ, ഈ ഗുരുവായൂർ മണ്ഡലത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ, ഈ ഗുരുവായൂർ മണ്ഡലത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ. ആ ഗുരുവായൂർ ക്ഷേത്രത്തെ നിഷ്കരണം തള്ളിക്കൊണ്ടാണ് ഇടതും വലതും, ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്ര വിശ്വാസികളും ആ ക്ഷേത്ര നിവാസികളും ആ ക്ഷേത്ര പരിസരവും നിഷ്കരണം തള്ളിക്കൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെതിരെ ശബ്ദിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. ആ ചുമതല
നിർവഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ MLA, ഇവിടുത്തെ മുൻ MLA, ഇവിടെ മത്സരിക്കുന്നവർ, ഇവിടുത്തെ ഇടതും വലുതും ചെയ്യുന്ന ഈ അനീതി, ഗുരുവായൂർ ക്ഷേത്രത്തോട് ചെയ്യുന്ന അനീതി, ഗുരുവായൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അനീതി, ആ അനീതിയാണ് ഈ പത്രസമ്മേളനത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് BJP ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വെല്ലുവിളിക്കാൻ സ്ഥാനാർത്ഥികളെ നേരിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കിണറ്റിൽ നിന്ന്, ഈ ഗുരുവായൂർ നിവാസികളുടെ ഏതെങ്കിലും ഒരു കിണറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ തയ്യാറാണോ? നാട്ടിലിറങ്ങി ചോദിക്കട്ടെന്നേ. ഇലക്ഷന് വേണ്ടി വേണമെങ്കിൽ എന്തെങ്കിലും വന്നോട്ടെ എന്ന് വെച്ച് പച്ചവെള്ളം കുടിക്കും ഗോപാലകൃഷ്ണനെ തോപ്പിക്കാൻ. ഗോപാലകൃഷ്ണനെ തോപ്പിക്കാനല്ല, ഗോപാലകൃഷ്ണൻ വെല്ലുവിളിച്ചില്ലേ ഞാൻ കുടിക്കുന്നു പറയാൻ കാണിക്കും. അതല്ല, അന്വേഷിക്ക്. നിങ്ങൾ പത്രമാധ്യമങ്ങൾ അന്വേഷിക്ക്. ഒരു സ്ഥലത്ത് നമ്മൾ മത്സരിക്കുമ്പോൾ ആ സ്ഥലത്തെ ജനവികാരം നമ്മൾ പറയണം. ആ ജനവികാരമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്താണോ ഞാൻ ഇതുവരെ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഒരു മാറ്റവുമില്ല. എന്താണോ ഈ മണ്ഡലത്തിൽ വന്ന് ഞാൻ ഇതുവരെ പറഞ്ഞത് അതിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസനം, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനും ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനങ്ങൾ ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയത് മാത്രമാണ്. ഞാൻ എണ്ണി പറയാം. നരേന്ദ്രമോദി സർക്കാരിനോട് BJPയുടെ റിക്വസ്റ്റ് ആണ് വാഹനം പാർക്ക് ചെയ്യല്. അതുവരെ നാട്ടിലെ വാഹനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നല്ല റോഡുണ്ടോ? കുടിവെള്ളം മാത്രമല്ല, നല്ല റോഡില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു അവഗണന ഒരു ക്ഷേത്രത്തോട് എന്തിനാ കാണിക്കുന്നത്? ഒരു ക്ഷേത്രത്തോട് ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? അപ്പൊ ഇതിനെതിരായ ഒരു പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന NDA ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ പത്രമാധ്യമങ്ങളോടും പറയാനുള്ളത്, ഈ കുടിവെള്ളം, ഇതാണ് കുടിവെള്ളം, ഇതാണ് ചോദ്യം. എല്ലാ പത്രമാധ്യമങ്ങളും പറയാനുള്ളത്, നമ്മുടെ ശബ്ദം നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമാവണം. ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമായിട്ടാണ്. ഈ ഗുരുവായൂരിലെ ജനങ്ങളുടെ ശബ്ദമാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് വെച്ചത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏത് കാര്യത്തിലാ പരാതി പോയിട്ടുള്ളത്? പറഞ്ഞോ, നിങ്ങളെ ഏത് കാര്യമെന്ന് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ പരാതി പോകുന്നതാണല്ലോ പറഞ്ഞേ. കാര്യങ്ങളിൽ കുറെ കാര്യമുണ്ട്, പറഞ്ഞോളൂ. വർഗീയ എന്താണ് വർഗീയ പരാമർശം നടത്തിയത്? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ പറയണം. അത് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായി പറയണം. അതാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിലോ മതേതരത്വത്തിന്റെ കുപ്പായി ഇട്ടിരിക്കുന്നത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വനിത പറഞ്ഞത് ഇന്ന് പത്രമാധ്യമങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞതിന് എന്റെ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ സമയം തന്നാലേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് വെയിറ്റ്. ന്യൂനപക്ഷത്തിന്റെ സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ മതമാണെന്ന്. ഷാജി പറഞ്ഞത് മതമാണ് മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. അടുത്ത 10 വർഷം കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആർക്കും പരാതിയില്ലല്ലോ, അത് വർഗീയ പരാമർശമല്ലല്ലോ. ഇനി എന്റെ പോയിന്റിലേക്ക് ഞാൻ വരാം. എന്റെ പോയിന്റിൽ ഞാൻ പറയണം. നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക്. നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കും. ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയണത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ സമയം എന്താ? ഇത് വാക്കുകൾക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ. ചോദ്യം ചോദിച്ച പിന്നെ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കും. പത്രസമ്മേളനം കൊല്ലം കുറെ ഞാൻ നടത്താമെങ്കിൽ. അപ്പൊ ഈ സംവാദമൊന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരെടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്ക്. സംവാദമാണെങ്കിൽ വലിയ ഇറങ്ങിക്കുക, നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഞാൻ സംസാരിക്കട്ടെ.
ഒരു കാര്യം ഞാൻ പിന്നെ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചോദിക്കുക, എനിക്ക് നിങ്ങൾ ഉത്തരം പറയാൻ സമയം തരുമ്പോൾ ഞാൻ പറയാം. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങ് പറയുന്നത് ഈ കാലങ്ങളായി ഇങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങ് പറയുന്നത് ഇവിടെ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് അങ്ങ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ആ വീഡിയോ അങ്ങ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ഭൂരിപക്ഷം തന്നെ അങ്ങ് പറയുന്ന ഈ ആശയം ഉൾപ്പെട്ടില്ല? ശരി, അപ്പൊ നിങ്ങളൊന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ആണല്ലോ, ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ഓരോ വീടുകളിൽ കയറുമ്പോൾ ഈ നാട്ടിലെ ആളുകൾ എന്നോട് ചൂണ്ടിക്കാണിച്ച കാര്യം, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു. അത് വർഗീയമല്ല, അതൊരു മതത്തിനെതിരല്ല, അതൊരു മതപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യം ഉന്നയിച്ചിട്ടല്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ ചോദ്യം ഞാൻ വീണ്ടും 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 ഊന്നി പറയുന്നു. മാറ്റമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുകയോ എനിക്കെതിരായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുകയോ ഞാൻ വർഗീയത പറഞ്ഞു എന്നോ നിങ്ങൾക്ക് പറയും, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാൻ ഊന്നി പറയുന്നു, എന്തുകൊണ്ട് 50 വർഷമായിട്ട് 1980 ശേഷം 50 വർഷമായിട്ട് എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷവും വലതുപക്ഷവും നിർത്തുന്നില്ല? ഇവിടെ എന്തുകൊണ്ട് നിർത്തുന്നില്ല? ഇതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ബൽറാമിനെ നാട് കടത്തി, ബേബിജൻ മാഷ്ക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, വത്സരാജിനെ കൊടുക്കുന്നില്ല, ഗീതാഗോപിക്ക് കൊടുക്കുന്നില്ല, കൃഷ്ണദാസിന് കൊടുക്കുന്നില്ല. ഇത് ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഉന്നയിക്കും സാർ. അത് എന്റെ ഇഷ്ടം. നിങ്ങൾ തെരഞ്ഞെടുപ്പ് എല്ലാ കാര്യവും ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ചോദിക്കുന്നില്ലേ? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ശബരിമലയെ കുറിച്ച് പറയുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശബരിമല അയ്യപ്പനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തെരുവില് വോട്ട് ചോദിച്ചത്. ഞാനാണ് ആ കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ ആരിഫ് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കരുണാകരൻ. അദ്ദേഹം തൃശ്ശൂരിൽ ഒരു കളക്ടറെ വെക്കണം. അതൊന്നും നിങ്ങൾ പത്രക്കാർ ഇവിടെ ഇല്ല, നിങ്ങളില്ല, ഞങ്ങളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. ഇവിടുത്തെ പഴയ പത്രക്കാരോട് ചോദിക്കുക. എല്ലാ മാസവും 1-ാം തീയതി തൊഴാൻ വരുന്ന കരുണാകരൻ തൃശ്ശൂർ കളക്ടറെ വെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടറെ വെക്കണം. അതെങ്ങനെ പറഞ്ഞേ? വർഗീയ പരാമർശം മുഖ്യമന്ത്രിയുടെ. കരുണാകരൻ ചോദിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞതിൽ നിഷേധിക്കണമെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പത്രക്കാരോട് ചോദിക്കേ. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഞാനുണ്ടവിടെ. ഞാൻ വേറൊരു കാര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ പോയതാ. അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടർ വേണം. മുഖ്യമന്ത്രിയെ പറയുന്നത്, ഗോപാലകൃഷ്ണൻ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. കരുണാകരൻ പറഞ്ഞ കരുണാകരനോട് ഇത് വർഗീയതയാണ്, നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ലേ മുഖ്യമന്ത്രിയോട്? അപ്പൊ ചോദിച്ചൊരു പത്രക്കാരൻ, എന്താ സാർ അങ്ങനെ പറയുന്നത്? ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ, ഇരിഞ്ഞാലക്കുട ക്ഷേത്രം നിലനിൽക്കുന്നതാ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാം 1-ാം മാസവും ഞാൻ തൊഴാൻ വരുന്നതാ. അതുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു കളക്ടറെ പറ്റൂ പറഞ്ഞത് മുഖ്യമന്ത്രിയാ. ബി ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല? എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥിയെ? ജനാധിപത്യ പ്രക്രിയയാണെന്ന് അറിയാലോ. അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അല്ലെങ്കിൽ ജനപ്രതിനിധികളെ നിർത്തുന്നത് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഈ സ്ഥാനാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്തുമാത്രം ന്യായമുണ്ട്? അതിനെങ്ങനെയാണ് ഇത്ര മാത്രം ന്യായീകരിക്കാൻ കഴിയുന്നത്? നമ്മുടെ പൊതുസമൂഹം ഇത് ഒത്തുനോക്കുന്നില്ല. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രമാത്രം വർഗീയ പരാമർശം നടത്തുമ്പോൾ കേരളത്തിൽ സുഹൃത്തെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വർഗീയ പരാമർശം സുഹൃത്തെ ഇനി എന്റെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം, എന്നോടല്ല ചോദിക്കണ്ടേ. എന്തേ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? എന്താ ഒരു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അത് പോയി മലപ്പുറത്ത് ചോദിക്കുക, സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്ന്. അവിടെ ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു മറ്റേ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഞാനിപ്പോഴും പറയുന്നേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം, ഗോപാലകൃഷ്ണൻ പറയാൻ പാടില്ല. എന്തേ ഇവിടുന്ന് ബൽറാമിനെ തൃത്താലയ്ക്ക് വിടുന്നത്? നിങ്ങൾ അതിന് ഉത്തരം പറ. ഞാൻ പോയി ചോദിച്ചതാണെന്ന് എന്റെ വേണ്ടപ്പെട്ട ഈ ബൽറാമും ഞാൻ നമ്മളുടെ ബന്ധം എന്താ അറിയോ നിങ്ങൾക്ക്? അയാൾ ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കുമ്പോ KSUക്കാരനായിരുന്നു. ഇതേ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു സമരം ഉണ്ടായിരുന്നു. ഇന്നത്തെ വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി CH റഷീദ്
ഈ CH റഷീദും ഈ ഗോപാലകൃഷ്ണനും ഒരു കൈ പിടിച്ചുകൊണ്ട് ആ സമരം നടത്തിയത്? ചോദിച്ചു നോക്ക് ഇവിടുത്തെ പത്രക്കാരോട്. ഇവിടുത്തെ പത്രക്കാരോട് ചോദിക്കുക. അന്നത്തെ ജില്ലാ കളക്ടർ വന്ന് ഇവിടെ സമരം ഒത്തുതീർപ്പാൻ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ പിടിച്ച് കൈ പിടിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ. റഷീദിനോട് ചോദിക്കുക ശരിയാണോ എന്ന്. റഷീദ് എന്നെ വിളിച്ചു കൊണ്ടിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി അടുത്ത് പോയത് സംസാരിക്കാൻ. ഞങ്ങൾ എന്ത് പറയുമ്പോഴും വർഗീയ പരാമർശം. എന്ത് വർഗീയ പരാമർശം? വർഗീയത എന്ന് പറഞ്ഞ ഒരു മതത്തിനെതിരായിട്ടാണ് സാർ. ഞാൻ ഒരു മതത്തിനെതിരായിട്ടല്ല പറയുന്നത്. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല, എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നാ ചോദ്യം. അത് മതവിരുദ്ധാവണം എങ്ങനെ? വെരി വെരി കറക്റ്റ്. ആ നല്ല ചോദ്യം. അത് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കട്ടോ, എന്നോടല്ല ചോദിക്കണ്ടേ. ഒരു ഹിന്ദു MLA ആവശ്യം എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മലപ്പുറത്ത് പോയി ചോദിക്കാൻ. ആ ചോദ്യത്തിന് ഉത്തരം മലപ്പുറത്ത് ചോദിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് അവിടെ പോയി ചോദിക്ക്, ഇതേ ചാനല് അവിടെ പോയി ചോദിക്ക്. അപ്പൊ അവർ ഉത്തരം പറയും. ശരി, അടുത്ത എന്താ ചോദിച്ചാൽ പറഞ്ഞോ. അതിന്റെ പേര് തന്നെ മതമല്ലേ സാർ? അതിന്റെ പേര് തന്നെ മതമല്ലേ? അതിനുള്ള ചിഹ്നം മതമല്ലേ? മതം മാത്രമായതിനെ മതേതരത്വം എന്ന് പറയാം, മതേതരത്വം മാത്രമായതിനെ മതം എന്ന് പറയുന്ന വിരോധാഭാസമാണ് ഇവിടെയുള്ളത്. സത്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ വർഗീയത കാണിക്കുന്നവര് മതേതരത്വവാദികള് തുറന്നു പറയും. അതിന്റെ പേരിൽ ആര് പരാതി കൊടുത്താലും, അതിന്റെ പേരിൽ ആരെതിർത്താലും ശരി, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സംശയമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പോവാം തിരിച്ച്. അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഇത്ര നേരം നിങ്ങൾ ചോദിച്ചാൽ ഞാനാ ഉത്തരം പറഞ്ഞു. ഇനി നിങ്ങൾ ഉത്തരം പറയണം. ഈ ചാവക്കാട് ജംഗ്ഷനിലെ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ യാത്രയുണ്ടാണ്. ആ യാത്ര ചാവക്കാട് വന്നു നിന്നപ്പോ ഇവിടുത്തെ MLA അടക്കം ഇവിടുത്തെ സകല മത്സരാർത്ഥികളും, ഇന്നത്തെ ജില്ലയിൽ മത്സരിക്കുന്ന പല ആൾക്കാരും, മണലൂരടക്കം മത്സരിക്കുന്ന ആളുകൾ ക്യൂ ആയിരുന്നു അതിന് മുമ്പിൽ ഒന്ന് കയറിയിരിക്കാൻ. നേരിട്ട് കണ്ടയാളാണ് ഞാൻ. നേരിട്ട് കണ്ടയാളാണ് ഞാൻ. മത്സരം. അദ്ദേഹം വരാൻ വൈകി, വെയിലത്ത് ഉരുകിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തൊട്ടപ്പുറത്താണ് കുംഭമേള നടന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ മതേതരവാദികളാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാം. ഗോപാലകൃഷ്ണൻ മാത്രം വർഗീയത പറയാ. തൊട്ടപ്പുറത്തെ കുംഭമേള ഒരാൾ കടന്നു നോക്കിയോ? വിളിച്ചില്ല എന്ന് പറയരുത്, വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സകല നേതാക്കന്മാരെയും ഒരാള് തിരിഞ്ഞു നോക്കിയോ? എന്തേ ഉത്തരം പറ. ഇതാണോ മതേതരത്വം? ഇതാണ് മതേതരത്വമെങ്കിൽ ഈ ഞങ്ങളുടെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥം. ഞാൻ മുസ്ലിമിനെ അല്ലല്ലോ പറഞ്ഞ സാർ. നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം മനസ്സിൽ വെച്ചോ. ഗോപാലകൃഷ്ണൻ മുസ്ലിമിനെല്ലാം സംസാരിച്ചേ, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സംസാരിച്ചേ. ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോടല്ല സംസാരിച്ചേ, രാഷ്ട്രീയ പാർട്ടിയോടാ. ആ വർത്താനൊന്നും പറയണ്ട. തെറ്റുണ്ടായിക്കോട്ടെ. നിങ്ങൾ അതെ ഞാൻ സാറേ ഒരു കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, അതിനൊരു മറുപടി പറ സാർ. 1970 ഞാൻ അങ്ങോട്ട് പറയാൻ ഒരു മറുപടി ചോദിച്ചല്ലോ. നിങ്ങൾ ചോദിക്കുക ചെയ്യണ്ട, പറയല്ല. ഞാനത് മറുപടി പറയട്ടെ. ഞാൻ ഒരാളുടെ ചോദ്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്നുള്ള ആദ്യം തന്നെ പഠിച്ചിട്ട് ചോദിക്കണം. പഠിക്കാതെ വായി തോന്നി ചോദിക്കരുത്. 1980 ശേഷം എന്നൊരു വാക്കാ ഞാൻ പറഞ്ഞത്. അരനൂറ്റാണ്ട് കാലം എന്നാ. നിങ്ങൾ പോയിട്ട് 1947 ചരിത്രം കൊണ്ടുപോവാ. ഞാൻ 1980 പറഞ്ഞാൽ നിങ്ങൾ ഇതിന് 60 പറയണേ. ഞാൻ 1980 പറഞ്ഞാൽ 80 പറ. അല്ല ഈ ഇരിക്കുന്ന ഓരോ പത്രമാധ്യമം കൂടി ഇപ്പൊ ചോദിക്കാൻ. 1980 ശേഷം അരനൂറ്റാണ്ട് വർത്താനം പറയരുത് എന്നോട് കേട്ടോ. നിങ്ങളെ ഒരു മിനിറ്റ് വേണം നിൽക്കുന്നത്. നിങ്ങളൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴേ ചോദ്യം പഠിച്ചിട്ട് ചോദിക്കണം. ന്യൂസ് മലയാളത്തിന്റെ ആളല്ലേ, ഒന്ന് ന്യൂസ് മലയാളത്തിലെ എഡിറ്ററോട് സംസാരിക്കും. മനസ്സിലായില്ലേ? ചോദ്യം ചോദിക്കുമ്പോൾ പഠിച്ചിട്ട് ചോദിക്കണം. അരനൂറ്റാണ്ട് കാലം എന്നാ ഞാൻ പറഞ്ഞത്. 1980 ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, നാളെയും പറഞ്ഞു. അപ്പൊ തെറ്റ് നിങ്ങൾക്ക് പറ്റിയത്. അത് തെറ്റ് നിങ്ങൾക്ക് പറ്റിയ സമ്മതിച്ചോ? തെറ്റ് നിങ്ങൾക്ക് സമ്മതിച്ചു. ഞാൻ 80 ശേഷം പറയുമ്പോൾ നിങ്ങൾ 80 മുമ്പ് പറയണ്ട. ഞാൻ പറയാം. 1980 മുമ്പ് ഇത്ര വർഗീയത ഉണ്ടായിരുന്നില്ല. 1980 ശേഷം വർഗീയത ഉണ്ടാക്കിയത് അതാണ് ഈ ഇടതുപക്ഷം വലതുപക്ഷവും.
ആദ്യം പോയി പഠിച്ചിട്ട് വാ എന്നിട്ട് ചോദിക്കാം. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ആദ്യം നിങ്ങളെ ചോദ്യം കഴിഞ്ഞു. നിങ്ങൾ ആദ്യം പോയി പഠിച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാം. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പഠിച്ചിട്ട് ചോദിക്കും മിസ്റ്റർ. വെറുതെ വേറെ ഇല്ലാതെ സംസാരിക്കല്ലേ. പെരുമാറ്റച്ചട്ടമൊക്കെ നിങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരിട്ട് വന്നു. ഞാൻ നേരിട്ട് വന്നു പറഞ്ഞല്ലേ? ആദ്യം തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യമാണ്. ഞാൻ തർക്കിക്കാൻ വന്നല്ല. ചോദ്യം ചോദിക്കും പഠിച്ചിട്ട് വരാം. വായിക്കൊന്നും പറയരുത്. ശരി പറയൂ. ഞാൻ ഇതുവരെ ചോദിച്ച പെരുമാറ്റച്ചട്ടമല്ലല്ലോ. വസ്തുതാപരമായി ഗോപാലകൃഷ്ണൻ തെറ്റെന്നല്ലേ പറഞ്ഞേ? വിവരമില്ലാതെ സംസാരിക്കല്ലേ കേട്ടോ. ഗോപാലകൃഷ്ണൻ കുറെ കാലം ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ വേറെ വല്ല ആൾക്കാരുടെ അടുത്ത് പോ. ഏറ്റവും അടുത്ത മണ്ഡലം കൊല്ലൂരാണ്. കൊല്ലൂര് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെയാണ് NDA സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങയെ ഗുരുവായൂർക്ക് അവിടുന്ന് ഓടിച്ചു വിട്ടതാണോ? എങ്ങനെയാണ് ഇപ്പൊ ഇവിടുന്ന് ബലറാമിന്റെ കാര്യം പറഞ്ഞതുപോലെ അങ്ങയെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയതാണോ? എന്തിനാണ് അവിടെ എറണാകുളത്തുള്ള ബിജോയ് തോമസിന്റെ സ്ഥാനാർത്ഥി? എനിക്ക് വാസ്തവത്തില് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട്. എന്താ കാര്യം വെച്ചാൽ ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കാതെ ചോദ്യം ചെയ്യാൻ വരുന്നത്. ഈ ബിജോയ് തോമസ് എറണാകുളത്താണ്. നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ പൊന്നു ചേട്ടാ, ബിജോയ് തോമസ് ഒല്ലൂരുകാരനാ. ഒല്ലൂർ ഇൻചാർജ് ആയിരുന്നു അയാള്. ഞാൻ ഒല്ലൂര് മത്സരിക്കുമ്പോൾ ഇൻചാർജാണ്. എനിക്ക് ഒല്ലൂര് വീടുണ്ട്, എനിക്ക് ഒല്ലൂര് വോട്ടുണ്ട്. നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചിട്ട് പറയും. എവിടെ ഒല്ലൂര്? എന്റെ ഈ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് മറ്റേ കേന്ദ്ര നേതൃത്വമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവര് തീരുമാനിച്ചിട്ടുണ്ടാവും ഗോപാലകൃഷ്ണനാണ് ഈ കാര്യങ്ങൾ പറയാൻ ബെസ്റ്റ്, ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ബെസ്റ്റ് ഗോപാലകൃഷ്ണനാണ് ഈ ഗുരുവായൂർ അത് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഒല്ലൂരിൽ മന്നാമംഗലത്താണ് അദ്ദേഹം താമസിക്കാൻ. അദ്ദേഹത്തിന്റെ വീട് അതാണ്, ബേസ് വീട് അതാണ്. അദ്ദേഹത്തിന്റെ ബേസ്, അദ്ദേഹത്തിന്റെ ഭാര്യ വീട്, അദ്ദേഹത്തിന്റെ കുടുംബ വീട്, അദ്ദേഹത്തിന്റെ തറവാട് വീട് എല്ലാം അവിടെയാണ്. ഇനി അത് മാത്രമല്ല ഒല്ലൂരിൽ അദ്ദേഹം നേരത്തെ മറ്റേ അസംബ്ലി മത്സരിച്ച ആളാണ്. ഞാൻ ഇത്തരം പറഞ്ഞ അയാൾ താമസിക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ പിന്നെ ബേസ് അയാളുടെ തറവാടും അയാളുടെ താമസവും എല്ലാം അവിടെയാണ്. ശരി, വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. അറിയിക്കും. ഓ മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ഇവിടെ വന്നില്ല എന്നൊരു പരാമർശം നടത്തുമ്പോ അന്നാ ഒരു സംഭവം വിലയിരുത്തുമ്പോഴത്തെ ജനങ്ങളോട് മാറി പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം വിഭാഗം എത്തിയിട്ടുണ്ട്. ഇപ്പോ അതിനെ കുറിച്ചൊന്ന് പറയൂ. ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആരാ പറഞ്ഞത്? അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയാം. ഏതോ ഒരാള് BJP പ്രവർത്തിച്ചിരുന്ന ആള്, ഞാൻ പറയട്ടെ, ഏതോ ഒരാള് BJP പ്രവർത്തിക്കുന്ന ആള്, BJP കാരനെ നിന്ന് തല്ലി കിട്ടി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട ആള്, അയാൾ വേറെ എവിടെ ഇരുന്നിട്ട് ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞ അതൊന്നും ഞാൻ എടുക്കുന്ന വിഷയമില്ല. അതിനൊന്നും ഉത്തരവില്ല. വിട്ടളെ. ഞാൻ പറഞ്ഞല്ലോ, അതിനൊന്നും ഞാൻ അതിനൊന്നും ചെവിക്കൊള്ളാൻ ഉദ്ദേശമില്ല. ഓക്കെ, എന്റെ പരിപൂർണമായ വിശ്വാസം ഗുരുവായൂരിൽ ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാത്തത്, ഗുരുവായൂരിൽ വരുന്ന ഭക്തന്മാരെ നിഷ്കരണം, ഭക്തന്മാരോട് കാണിക്കുന്ന സമീപനം, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമടക്കം ഇവിടെ കാണിക്കുന്ന എല്ലാം ബോധപൂർവമായ ഗുരുവായൂർ ക്ഷേത്രത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നാണ് അതിശക്തമായി ഞാൻ പറയുന്നത്. ഇവിടുത്തെ പത്രപ്രവർത്തകനാണെങ്കിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ തെറ്റാണോ ശരിയാണോ പറ. ഈ ഇവിടെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളുണ്ടാക്കിയ റിപ്പോർട്ടല്ല. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാം. ജില്ലാ കളക്ടറോട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം നഗരസഭയ്ക്കെതിരെ എന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറ. ആ 3 ഉത്തരം നിങ്ങൾ പറ. എന്നിട്ട് മികച്ച നഗരസഭയ്ക്ക് കൊടുക്കാം. മികച്ച നഗരസഭയ്ക്ക് മാത്രമല്ല, വേടന് സ്വാതന്ത്ര്യം എന്തോ ഒരു മികച്ച പാട്ട് എഴുതിയത് കൊടുത്തല്ലോ. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ വികാരങ്ങൾ ഓരോ സമയത്തുണ്ടാവും. ചിലത് കാണുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും. എനിക്ക് തെറ്റില്ല. വേടന് കൊടുത്തത് നല്ലതാണ്, വേറൊരാൾക്ക് കൊടുത്തത് നല്ലതാണ്, നഗരസഭയ്ക്കും കൊടുത്തത് നല്ലതാണ് എന്ന് വെച്ച് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടോ? ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം സൂചിപ്പിക്കണ്ട എന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ സൂചിപ്പിക്കുന്നു. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, ശരിയല്ലെങ്കിൽ ഉപേക്ഷിച്ചേക്ക്. ഞാനിത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ നരേന്ദ്രമോദിയുടെ വികസനം, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസനമല്ലാതെ ഒരു നഗരസഭയും ചെയ്തിട്ടില്ല. നരേന്ദ്രമോദിയോടാണ് ഗുരുവായൂരിലെ ജനങ്ങൾ നന്ദി പറയേണ്ടത്, ഗുരുവായൂരിലെ ഭക്തന്മാർ നന്ദി പറയേണ്ടത്, ഗുരുവായൂരിലെ നിവാസികൾ നന്ദി പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് പറയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ
NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ജയിച്ചാൽ ഈ കുടിവെള്ളത്തിന് ഈ നാട്ടിലെ നഗരവാസികളുടെ, ഈ നാട്ടിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ, പുന്നൂർ പഞ്ചായത്തിലെ, പുന്നൂർക്കുളം പഞ്ചായത്തിലെ, ചാവക്കാട് പഞ്ചായത്തിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. ഞാൻ മത്സരിക്കുന്ന MP അല്ല, ഞാൻ പരിഹരിക്കും. ഇതാണ് എന്റെ അത് നിങ്ങൾ നേരിട്ട് MP യോട് ചോദിച്ചു. പിന്നെ അതിന് ശേഷം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ താങ്കൾ ഒരു കടലാസിൽ തന്നാൽ മതി, ഞാൻ ചെയ്തിരിക്കും. ശരി, നമസ്തേ. ഞാൻ ഇറങ്ങാം. എന്താ പേര്? ദേവാനന്ദ്. നമസ്കാരം. ഹലോ, എന്താ പേര്? കുഞ്ഞിന്റെ പേരെന്താ? എത്ര പഠിക്കണേ? ഹലോ, മക്കളുടെ പേരെന്താ? ശിവയോ? ഇങ്ങനെ വെളിയിൽ പോയി ഓക്കെ. പാലക്കാട് മ്യൂസിക് കോളേജിൽ. കുട്ടികളാണ്. ഞാൻ ഗോപാലകൃഷ്ണൻ, തീർച്ചയായും BJP കോട്ടയം സഹായിക്കണം.
പറയായിരുന്നു അപ്പൊ അതിന് വേറെന്തുണ്ടെന്നുള്ളത് ഇന്ത്യൻ സെന്റർ ഇന്റർനാഷണൽ ഇന്ത്യൻ സെന്ററിൽ കുടിവെള്ളം പ്രശ്നം എല്ലാ നാഷണൽ മീഡിയയിലും വരാൻ സാധ്യത എന്തുകൊണ്ട് ശരിയൊന്നുമില്ല സീരിയസ് ആയിട്ട് കണക്കിന് വെള്ളം ആളുകളെ കരുതില്ല നാഷണൽ വെബ്സൈറ്റ്സ് കൊണ്ട് കൊടുക്കില്ല ശരി